ലൈവ് വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ദേവാ സ്റ്റാർ ഹോംസ് പുനലൂർ, വിജയകൃഷ്ണ ജുവലേഴ്സ് പുനലൂർ, പത്തനാപുരം, കൊട്ടാരക്കര, ചടയമംഗലം, ശ്രീ വിനായക ഫിസിയോതെറാപ്പി സെന്റർ അഞ്ചൽ പുനലൂർ, ഇലക്ട്രിക്കൽസ്, വെറൈറ്റി ലേഡീസ് കളക്ഷൻസ് പുനലൂർ, പവിത്രം ജുവലേഴ്സ് പുനലൂർ, ഭാരത ഹോസ്പിറ്റൽ പുനലൂർ, തോട്ടുകടവിൽ ട്രേഡേഴ്സ് പുനലൂർ, എലഗന്റ് ഇവന്റ്സ് ആൻഡ് കാറ്റേഴ്സ് പത്തനാപുരം, ജോസ് ടെക്സ്റ്റൈൽസ് പുനലൂർ, പരുത്തിപ്പാറ, TVTM ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ പുനലൂർ, പാലത്തറ ഫാഷൻ ജുവലേഴ്സ് പുനലൂർ, ശങ്കേഴ്സ് ഐ ഹോസ്പിറ്റൽ പുനലൂർ, കുരുമ്പേരിൽ ഇലക്ട്രോണിക്സ് പുനലൂർ, മാർത്താണ്ഡം കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി, NBPM ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ ചെമ്മന്തൂർ പുനലൂർ, കടവിൽ ബാബു ആൻഡ് കമ്പനി തൊഴിക്കോട് പുനലൂർ. ദേവാ സ്റ്റാർ ഹോംസ് കെട്ടിട നിർമ്മാണം സ്വപ്ന സമാനമാക്കുവാൻ ദേവാ സ്റ്റാർ ഹോംസിൽ വശ്യചാരുതയാർന്ന വർണ്ണവിസ്മയം ഒരുക്കിയിരിക്കുന്നു. ബാത്റൂമിന്റെ ഭംഗിയും ശുചിത്വവും ദേവാ സ്റ്റാർ ഹോംസിലൂടെ ലോകോത്തര നിലവാരം പുലർത്തുന്നു. ഇലക്ട്രിക്കൽ, ഗ്ലാസ് വാഷ് ബേസിൻ, മിറർ, ബാത്റൂം ഫിറ്റിംഗ്സ്, മോഡുലാർ കിച്ചൺ, പ്ലംബിംഗ്, ടൈൽസ്, സാനിറ്ററി, പെയിന്റ്, ഫർണിച്ചർ, ഗ്രാനൈറ്റ്, സിമെന്റ്, CP fancy items. Best quality product is our responsibility. Deva Star Homes, Punalur, Pattanapuram. പകരം വയ്ക്കാനാവാത്ത പരിശുദ്ധിയുമായി വിജയകൃഷ്ണ ജ്വല്ലേഴ്സ് പത്തനാപുരത്ത്. പാരമ്പര്യത്തിന്റെയും പുതുമയുടെയും വിസ്മയമൊരുക്കി ഡിസംബർ 18 രാവിലെ 10 മണിക്ക് വിജയകൃഷ്ണ ജ്വല്ലേഴ്സിന്റെ പുതിയ ഷോറൂം നിങ്ങൾക്കായി സമർപ്പിക്കാൻ ഞാൻ എത്തുന്നു. ഈ ശുഭമുഹൂർത്തത്തിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. മറക്കല്ലേ, ഡിസംബർ 18 രാവിലെ 10 മണിക്ക് വിജയകൃഷ്ണ ജ്വല്ലേഴ്സ്, കൊട്ടാരക്കര, പുനലൂർ, ചടയമംഗലം, പത്തനാപുരം. ശ്രീ വിനായക ഫിസിയോതെറാപ്പി സെന്റർ സർക്കിൾ ഓഫീസിന് സമീപം, മാർക്കറ്റ് ജംഗ്ഷൻ, അഞ്ചൽ. വാദം, നട്ടല്, ഞരമ്പ്, അസ്ഥി എന്നിവ സംബന്ധിച്ച രോഗങ്ങൾ, കുട്ടികൾക്ക് ജന്മനാ ഉണ്ടാകുന്ന അംഗവൈകല്യം എന്നിവയ്ക്ക് ആധുനിക ഉപകരണങ്ങളുടെ സഹായത്തോടെ വിദഗ്ധമായ ഫിസിയോതെറാപ്പി ചികിത്സ നൽകുന്നു. പ്ലേറ്റ്, സ്ക്രൂ എന്നിവ ഇട്ടതിനു ശേഷം സന്ധികൾക്ക് വഴക്കമുണ്ടാകാനുള്ള ചികിത്സ നൽകുന്നു. ശ്രീ വിനായക, എ കംപ്ലീറ്റ് ഫിസിയോതെറാപ്പി സെന്റർ. ഫോൺ 9495042901. പുനലൂർ ഇലക്ട്രിക്കൽസ് ആൻഡ് പ്ലംബിംഗ് നിയർ എക്സൈസ് സർക്കിൾ ഓഫീസ്, തൊളിക്കോട്, പുനലൂർ. എല്ലാവിധ ബ്രാൻഡഡ് കമ്പനികളുടെയും വിപുലമായ ശേഖരം. ബ്രാൻഡഡ് കമ്പനികളുടെ ഇലക്ട്രിക്കൽസ് ആൻഡ് പ്ലംബിംഗ് ഐറ്റംസ്, സാനിറ്ററികൾ, ലൈറ്റ് ഫിറ്റിംഗ്സ്, ഫാൻസി ലൈറ്റുകൾ, ന്യൂ ജനറേഷൻ LED ലൈറ്റുകൾ എന്നിവ മിതമായ നിരക്കിൽ ഇവിടെ നിന്നും ലഭിക്കുന്നു. ഇലക്ട്രിക്കൽസ് ആൻഡ് പ്ലംബിംഗ് നിയർ എക്സൈസ് സർക്കിൾ ഓഫീസ്, തൊളിക്കോട്, പുനലൂർ. സേവ് ഇലക്ട്രിസിറ്റി ആൻഡ് വാട്ടർ. വെറൈറ്റി ലേഡീസ് കളക്ഷൻസിന്റെ നവീകരിച്ച ഷോറൂം പുനലൂർ SPTക്ക് സമീപം പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. മാച്ചിങ് മാല, വള, കമ്മൽ, ഹെയർ ക്ലിപ്പ് എന്നിവയ്ക്കും ഇവിടെ പ്രത്യേക സെലക്ഷൻസ് ഒരുക്കിയിരിക്കുന്നു. ഷഹനാസ്, ലാക്മേ, ആറ്റിറ്റ്സ് ഡാസ്ലർ, മെബ്ലിൻ, ലോറിയൽ, ലോട്ടസ്, റെവലോൺ കൂടാതെ നിരവധി പ്രമുഖ കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾ, കൂടാതെ ലേഡീസ് ബാഗുകൾ, പേഴ്സുകൾ, ക്ലേഷ് ബാഗുകൾ, ഗിഫ്റ്റ് ടോയ്സ്, ഫ്ലവേഴ്സ്, ക്ലേഷ് ഐറ്റംസ്, ചുരിദാർ മെറ്റീരിയൽസ്, ബ്രൈഡൽ കളക്ഷൻസ്, ഡാൻസ് ഓർണമെന്റ്സ്, ഭരതനാട്യം സെറ്റ് എന്നിവയും ഇവിടെ ലഭ്യമാണ്. എല്ലാ ഉൽപ്പന്നങ്ങളും നിർമ്മിക്കുന്ന സ്ഥലങ്ങളിൽ നിന്നും നേരിട്ടെത്തിക്കുന്നതിനാൽ ഹോൾസെയിൽ വിലയിൽ നിങ്ങൾക്ക് ലഭിക്കുന്നു. വെറൈറ്റി ലേഡീസ് കളക്ഷൻസ്, പുനലൂർ. നമസ്കാരം, ലൈവ് വാർത്തയിലേക്ക് സ്വാഗതം. ഞാൻ സുജിത് സുരേന്ദ്രൻ. പ്രധാന വാർത്തകൾ. കാട്ടാനയുടെ ആക്രമണത്തിൽ മധ്യവയസ്കൻ കൊല്ലപ്പെട്ട സംഭവത്തിൽ പ്രതിഷേധം വനപാലകർക്ക് നേരെ. തിരുവനന്തപുരം ചെങ്കോട്ട അന്തർ സംസ്ഥാന പാത 4 മണിക്കൂറോളം ഉപരോധിച്ച് നാട്ടുകാർ. കരവാളൂർ വട്ടമണ്ണിൽ ഭാര്യയെ കുത്തിക്കൊലപ്പെടുത്തിയ കേസിലെ പ്രതി തമിഴ്നാട്ടിൽ അറസ്റ്റിലായത് രാമനാഥപുരം സ്വദേശി പളനിയാണ്ടി. RPL റഫറണ്ടത്തിൽ ഇത്തവണ മേൽക്കൈ AITUCക്ക്. തൊഴിൽ മന്ത്രിയുടെ യൂണിയന് അംഗീകാരമില്ല. CITUവിന് ദയനീയ പരാജയം. പട്ടാഴി പഞ്ചായത്തിൽ ജനപ്രതിനിധികളും സെക്രട്ടറിയും ശീതസമരത്തിൽ. സെക്രട്ടറിയുടെ മുറിപൂട്ടി താക്കോലുമായി പ്രസിഡന്റ് യാത്ര പോയി. വാർത്തകൾ വിശദമായി. കുളത്തൂപ്പുഴയിൽ കാട്ടാനയുടെ ആക്രമണത്തിൽ ഒരാൾ കൊല്ലപ്പെട്ട സംഭവത്തിൽ വനപാലകർക്കെതിരെ പ്രതിഷേധം വ്യാപകം. തിരുവനന്തപുരം ചെങ്കോട്ട അന്തർ സംസ്ഥാന പാത 4 മണിക്കൂറോളം നാട്ടുകാർ ഉപരോധിച്ചു. കഴിഞ്ഞ കുറെ മാസങ്ങളായി കുളത്തൂപ്പുഴയിൽ വിവിധ പ്രദേശങ്ങളിൽ കാട്ടാനശല്യം രൂക്ഷമാവുകയും ശനിയാഴ്ച കാട്ടാനയുടെ ആക്രമണത്തിൽ ഒരാൾ കൊല്ലപ്പെടുകയും ചെയ്തതോടെ കുളത്തൂപ്പുഴയിൽ വനപാലകർക്കെതിരെ പ്രതിഷേധം ശക്തമായി. കാട്ടാനയുടെ ശല്യം അതിരൂക്ഷമായിട്ടും അതിനെ പ്രതിരോധിക്കാൻ ഫലപ്രദമായ യാതൊരു നടപടിയും വനപാലകരുടെ ഭാഗത്തുനിന്നും ഉണ്ടായില്ല. വനപാലകരുടെ ഈ നിലപാടിനെതിരെ മുൻപും പലതവണ പ്രതിഷേധങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ശനിയാഴ്ച പുലർച്ചെ കുളത്തൂപ്പുഴ മരുതിമൂട് ഭാഗത്ത് കാട്ടാനകൾ കൂട്ടമായി എത്തുകയും അവയുടെ ശല്യം രൂക്ഷമായതോടെ ഇവയെ തുരത്തുവാൻ നാട്ടുകാർ ഇറങ്ങിയെങ്കിലും വനപാലകർ അവരെ തടയുകയായിരുന്നു. വനപാലകരുടെ ഈ നിലപാടാണ് മരുതിമൂട് ചരിവിൽ വീട്ടിൽ സുമാ നിവാസിൽ രാജന്റെ മരണത്തിനിടയാക്കിയതെന്നാരോപിച്ച് നാട്ടുകാർ തിരുവനന്തപുരം ചെങ്കോട്ട പാത ഉപരോധിച്ചു. ജീവന് സംരക്ഷണം നൽകുക.
സമരക്കാരുമായി പലതവണ കുളത്തൂപ്പുഴ സബ് ഇൻസ്പെക്ടർ എസ് സുധീഷ് കുമാർ ചർച്ച നടത്തിയെങ്കിലും ജില്ലാ കളക്ടറോ DFO അടക്കമുള്ള ഉന്നത വനപാലകരോ സ്ഥലത്തെത്താതെ നാട്ടുകാർ പിരിഞ്ഞുപോകില്ലെന്ന് അറിയിച്ചതോടെ രംഗം കൂടുതൽ വഷളാവുകയായിരുന്നു. സംഭവം അറിഞ്ഞ് സ്ഥലത്തെത്തിയ ജനപ്രതിനിധികളും പൊതുപ്രവർത്തകരും രാഷ്ട്രീയം നോക്കാതെ സമരത്തിന് പിന്തുണയുമായി ഉപരോധത്തോടൊപ്പം ചേർന്നു. ഇതോടെ പാതയിൽ മണിക്കൂറുകളോളം ഗതാഗതം തടസ്സപ്പെട്ടു. പിന്നീട് പുനലൂർ ASP ഹിമേന്ദ്രനാഥ് IPS, പുനലൂർ DFO കോശി ജോൺ, പുനലൂർ തഹസിൽദാർ ശശികുമാർ തുടങ്ങിയവരും അഡ്വക്കേറ്റ് K. രാജു MLAയുടെ നേതൃത്വത്തിലുള്ള ജനപ്രതിനിധികളും നടത്തിയ ചർച്ചയിൽ ഒടുവിൽ കാട്ടാനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട രാജന്റെ കുടുംബത്തിന് 5 ലക്ഷം രൂപ നഷ്ടപരിഹാരവും മരണാനന്തര കർമ്മങ്ങൾക്കും പോസ്റ്റ്മോർട്ടത്തിനുമുള്ള മുഴുവൻ ചിലവും വനം വകുപ്പ് വഹിക്കും എന്ന ഉറപ്പിന്മേൽ സമരം അവസാനിപ്പിക്കുകയായിരുന്നു. ആനയെ ജനവാസ മേഖലയിൽ നിന്നും കാട്ടിലേക്ക് തുരത്തുന്നതിനായി റാന്നിയിൽ നിന്നും വനം വകുപ്പിന്റെ റാപ്പിഡ് റെസ്പോണ്ടിംഗ് ടീമിനെ ശനിയാഴ്ച രാത്രി തന്നെ എത്തിക്കാം എന്ന ഉറപ്പിന്മേൽ 4 മണിക്കൂറോളം നീണ്ടുനിന്ന ഉപരോധം നാട്ടുകാർ അവസാനിപ്പിക്കുകയായിരുന്നു. വന്യമൃഗങ്ങളെ ജനവാസ മേഖലയിൽ നിന്നും കാട്ടിലേക്ക് കയറ്റിവിടുന്നതിന് വേണ്ട നടപടികൾ ആലോചിക്കുന്നതിനായി വനം വകുപ്പിന്റെയും പോലീസിന്റെയും ഉന്നത ഉദ്യോഗസ്ഥരുടെയും MLAയുടെയും ജനപ്രതിനിധികളുടെയും നാട്ടുകാരുടെയും വിപുലമായ യോഗം വിളിക്കുവാനും തീരുമാനിച്ചു. ന്യൂസ് ബ്യൂറോ, കുളത്തൂപ്പുഴ. ജാതിമത ചിന്തകൾക്ക് അതീതമായി മനുഷ്യ മനസ്സുകളിൽ സ്നേഹം വളർന്നു വരണമെന്ന് ബസേലിയസ് മാർത്തോമാ പൗലോസ് ദ്വിതീയൻ കത്തോലിക്ക ബാബ അഭിപ്രായപ്പെട്ടു. ഉറുകുന്ന് സെന്റ് ജോർജ് ഓർത്തഡോക്സ് സിറിയൻ ചർച്ചിൽ സുവർണ ജൂബിലി സമാപനത്തോടനുബന്ധിച്ച് നടന്ന പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു ബാബ. മതങ്ങൾ തമ്മിലുള്ള ഇഷ്ടക്കേടുകളും ശത്രുതാ മനോഭാവവും വളർന്നു വരികയാണെന്ന് ബസേലിയോസ് മാർത്തോമാ പൗലോസ് ദ്വിതീയൻ കാതോലിക്ക ബാബ അഭിപ്രായപ്പെട്ടു. മതങ്ങൾ തമ്മിലുള്ള ഇഷ്ടക്കേടും പിന്നെ പല വിധത്തിലുള്ള ശത്രുതാഭാവവും ഒക്കെ ഉണ്ടാകുന്നത് ഒരു 10-15 നൂറ്റാണ്ട് വരെയൊക്കെ എന്ന് പറഞ്ഞാൽ അങ്ങനെ വികാരമില്ല. കാരണം അന്നത്തെ ഹൈന്ദവ രാജാക്കന്മാരൊക്കെ എല്ലാ പ്രജകളെയും സ്വന്തം മക്കളെ പോലെ കരുതുന്നവരായിരുന്നു. ഈ വിദേശ മേൽക്കോയ്മ ഉണ്ടാകുന്നത് വരെ 15-ാം നൂറ്റാണ്ടിന്റെ 1498 പോർച്ചുഗീസ് ആളുകൾ ഇവിടെ വരുന്നത് വരെ കൊളനൈസേഷൻ, അതായത് മേൽക്കോയ്മ ആധിപത്യം പുലർത്തുന്ന ആ ഒരു ഭാവം ഉണ്ടാകുന്നത് വരെ നമ്മളൊക്കെ ഈ നമ്മുടെ രാജാക്കന്മാരെ കാണപ്പെട്ട ദൈവങ്ങളായിട്ട് കാണുകയും അവരെ നമ്മളെല്ലാവരെയും സ്വന്തം മക്കളായി കാണുകയും ചെയ്തിരുന്നു എന്നുള്ളത് വസ്തുതയാണ്. അത് ക്രിസ്തീയ സഹോദരനാണോ, ഹൈന്ദവ സഹോദരങ്ങളാണോ, മുസ്ലിം സഹോദരങ്ങളാണോ എന്നൊന്നും അല്ല അവരുടെ കണക്കുകൂട്ടൽ. ഇതെന്റെ പ്രജകളാണ്, ഇതെന്റെ സ്വന്തക്കാരാണ്, എന്റെ കുടുംബാംഗങ്ങളാണ് എന്ന ഒരു ഭാവം അന്നത്തെ ഭരണ ക്രമത്തില് പ്രജാവത്സരായ രാജാക്കന്മാരെ ഉണ്ടായിരുന്നുകൊണ്ട് ഒരുപക്ഷെ നമ്മുടെ ആ ശുദ്ധത കൊണ്ടുകൂടിയാണ് പിന്നീട് നമുക്ക് വിദേശ മേൽക്കോയ്മയിൽ നമ്മൾ കഷ്ടപ്പെടേണ്ടി വന്നത് എന്നുള്ളതും ചേർത്ത് നമ്മൾ ചിന്തിക്കുന്നത് നല്ലതാണ്. നന്മ എവിടെയുണ്ടെങ്കിലും അത് തിരിച്ചറിയണം. നന്മ ഈശ്വരദത്തമാണെന്നും സ്നേഹത്തോടെയുള്ള പെരുമാറ്റം മനുഷ്യൻ നിലനിർത്താൻ ശ്രമിക്കണമെന്നും കാതോലിക്ക ബാബ കൂട്ടിച്ചേർത്തു. നന്മ എവിടെയുണ്ടോ ആ നന്മയെ നമ്മൾ തിരിച്ചറിയണം. അത് ആരെങ്കിലും ആകട്ടെ, ഹൈന്ദവ സഹോദരങ്ങളോ, ക്രിസ്തീയ സഹോദരങ്ങളോ, ക്രിസ്തീയ ഉപവിഭാഗങ്ങളോ, മുസ്ലിം സഹോദരങ്ങളോ ഒക്കെ ആയിക്കൊള്ളട്ടെ, നന്മ എവിടെയുണ്ടോ അത് തിരിച്ചറിയണം. നന്മയുടെ അംശം, ശരിയായ നന്മയുടെ അംശം എന്ന് പറയുന്നത് അത് ഈശ്വരദത്തമാണ്. അതൊരു ദൈവികമായ അംശം അതിലുണ്ട്. എല്ലാവരെയും കരുതുവാനും എല്ലാവരെയും സ്നേഹത്തോടെ കാണുവാനും അങ്ങനെയുള്ള ഒരു പെരുമാറ്റ ശൈലി നമുക്കുണ്ടാകണം. വിദേശാധിപത്യത്തിന് ശേഷമാണ് മനുഷ്യന്റെ ഉള്ളിൽ നിന്ന് നന്മ നഷ്ടമായതെന്നും നന്മ മനുഷ്യ മനസ്സുകളിൽ തിരികെ വരണമെന്നാണ് എല്ലാവരും ആഗ്രഹിക്കുന്നതെന്നും കാതോലിക്ക ബാബ അഭിപ്രായപ്പെട്ടു. നമ്മുടെ പൂർവികന്മാരൊക്കെ സാത്വികന്മാരായിരുന്നു. നമ്മൾ മാത്രമല്ല, ഈ വിദേശ മേൽക്കോയ്മ ഉണ്ടാകുന്നത് വരെ നമ്മുടെ രാജ്യത്തുണ്ടായിരുന്ന സകല മതങ്ങൾ വിശ്വസിച്ചിരുന്നവരും ആത്മീയ ഭാവമുള്ളവരും സാത്വിക ഭാവമുള്ളവരുമായിരുന്നു എന്നാണ് ചരിത്രത്തിന്റെ ഏടുകൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, പുനലൂർ. ഇക്കഴിഞ്ഞ SSLC പരീക്ഷയിൽ കിഴക്കൻ മേഖലയിലെ വിവിധ സ്കൂളുകൾക്ക് 100 മേനി വിജയം. പത്തനാപുരം ഇടത്തറ മുഹമ്മദൻസ്, നെടുമ്പാറ TCNM, അഞ്ചൽ ഈസ്റ്റ്, ശബരിഗിരി സ്കൂൾ, പുത്തയം ഓൾ സയൻസ്, അഞ്ചൽ വെസ്റ്റ് സ്കൂളുകളാണ് 100 മേനി വിജയം കരസ്ഥമാക്കി കിഴക്കൻ മേഖലയ്ക്ക് അഭിമാനം പകർന്നത്. പത്തനാപുരം ഇടത്തറ മുഹമ്മദൻ സ്കൂൾ 100 മേനി വിജയത്തിന്റെ തിളക്കത്തിലാണ്. പരീക്ഷ എഴുതിയ 24 വിദ്യാർത്ഥികളും വിജയിച്ചു. 4 പേർ മുഴുവൻ വിഷയങ്ങൾക്കും A+ കരസ്ഥമാക്കി. ഇടത്തറ സ്കൂളിൽ ലഭിച്ച ചരിത്ര വിജയത്തിന്റെ ആവേശത്തിലാണ് നാട്ടുകാരും PTA-യും ചേർന്ന് ഇടത്തറ ജംഗ്ഷനിൽ ആഘോഷ പരിപാടികളും സംഘടിപ്പിച്ചു. മികച്ച വിജയം കൈവരിച്ച കുട്ടികളെ ജില്ലാ പഞ്ചായത്ത് അംഗം ലതാ സി നായർ അനുമോദിച്ചു. ഈ വർഷം ഒന്നാമത്തെ പരീക്ഷയിൽ തന്നെ 100% ലഭിച്ചു എന്നതിൽ ദൈവത്തെ അതിയായി സ്തുതിക്കുകയും
വാത്സല്യമുള്ള കുഞ്ഞുങ്ങളെ അഭിനന്ദിക്കുകയും ചെയ്യുന്നു. പ്രത്യേകിച്ചും നല്ലവരായ മാതാപിതാക്കൾ, നല്ല അധ്വാനശീലരായ ശുഷ്കാന്തിയും സൂക്ഷ്മതയുമുള്ള അധ്യാപക വൃന്ദം അതിനുവേണ്ടി വളരെയധികം പ്രയത്നിച്ചു എന്നതിൽ ഞങ്ങൾക്ക് അങ്ങേയറ്റം ചാരിതാർത്ഥമുണ്ട്. പത്തനാപുരം സെന്റ് സ്റ്റീഫൻസും മൗണ്ട് താബോർ ഹയർ സെക്കൻഡറി സ്കൂളും തിളക്കമാർന്ന വിജയമാണ് കൈവരിച്ചത്. 404 വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതിയ സെന്റ് സ്റ്റീഫൻസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്നും 402 പേരും വിജയിച്ചു. 407 കുട്ടികളാണ് ഈ വർഷം പരീക്ഷ എഴുതിയത്. അതിൽ 402 പേര് ജയിച്ചു. 98.77% റിസൾട്ട്. സ്കൂളിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇത്രയും റിസൾട്ട്. 395 വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതിയ മൗണ്ട് താബോറിൽ നിന്നും 392 വിദ്യാർത്ഥികൾ വിജയിച്ചു. സ്കൂൾ ഗോയിങ് വിഭാഗത്തിൽ പരീക്ഷ എഴുതിയ 395 കുട്ടികളിൽ 392 കുട്ടികൾ വിജയിച്ചു. അതായത് 99%. 25 കുട്ടികൾക്ക് ഫുൾ A+ ലഭിക്കുകയുണ്ടായി. 35 കുട്ടികൾക്ക് 9 A+ ലഭിച്ചിരിക്കും. ഇങ്ങനെ അനുഗ്രഹീതമായ സന്തോഷത്തിൻ്റെ ആഹ്ലാദത്തിൻ്റെ അനുഭവം ഏവരെയും വളരെ വിനയപൂർവ്വം അറിയിക്കുന്നു. ജില്ലയുടെ കിഴക്കൻ മേഖലയായ തെന്മല നെടുമ്പാറ TCM സ്കൂളിലും 100 മേനി വിജയം. മലയാളം, തമിഴ് മീഡിയങ്ങളിലായി പരീക്ഷ എഴുതിയ മുഴുവൻ വിദ്യാർത്ഥികളും വിജയിച്ചു. അധ്യാപകരുടെയും PTA-യുടെയും ശ്രമഫലമായാണ് 5ാം തവണയും വിജയം കരസ്ഥമാക്കാൻ കഴിഞ്ഞതെന്നും സ്കൂൾ പ്രിൻസിപ്പൽ K. നാഗരാജൻ പറഞ്ഞു. SLC 26 பிள்ளைங்க எழுதுனாங்க. மலையாளம் மீடியம் 13, தமிழ் மீடியம் 13, எல்லா பிள்ளைகளும் ஜெயிச்சிட்டாங்க. ரிசல்ட்டு நல்ல ரிசல்ட்டாக இருந்தது. அதுக்கு பாடுபட்ட ടീച്ചേഴ്സ് എല്ലാവർക്കും നന്ദി தெரிவித்துக் கொள்கிறேன். വിജയത്തിളക്കത്തിന്റെ നെറുകയിലും സ്കൂളിന് പറയാനുള്ളത് അവഗണനയുടെ കഥയാണ്. ജനപ്രതിനിധികൾ ഒന്നടങ്കം അവഗണിക്കുകയാണെന്ന് PTA പ്രസിഡന്റ് ഷാജി സി ബാബു ലൈവ് വാർത്തയോട് പറഞ്ഞു. MLA-യും MP-യും സ്കൂളിനെ തിരിഞ്ഞു നോക്കിയിട്ടില്ല. +2 അനുമതിയുമായി ബന്ധപ്പെട്ട ചിലർ രാഷ്ട്രീയം കളിച്ച് സ്കൂളിനെ തകർക്കാൻ ശ്രമിച്ചതായും PTA പ്രസിഡന്റ് ആരോപിച്ചു. പഞ്ചായത്തിൽ നിന്ന് നമുക്ക് കഴിഞ്ഞ വർഷം ഒരു ഓഡിറ്റോറിയത്തിന് 10 ലക്ഷം രൂപ അനുവദിച്ചു. ആ അനുവദിച്ചതല്ലാതെ ജില്ലാ പഞ്ചായത്തിൽ നിന്ന് 1 രൂപ അനുവദിക്കുകയോ അല്ലെന്നുണ്ടെങ്കിൽ പഞ്ചായത്തിൽ നിന്ന് 1 രൂപ അനുവദിക്കുകയോ ഈ സ്കൂളിലേക്ക് വികസന പ്രവർത്തനങ്ങൾക്ക് അനുവദിക്കുന്നില്ല. അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട MLA അടുത്ത് പറഞ്ഞിട്ടുണ്ട്. MLA-യും ബഹുമാനപ്പെട്ട MP-യും കുറച്ച് തുക അനുവദിക്കാമെന്ന് നമുക്ക് ഉറപ്പ് തന്നിട്ടുണ്ട്. അതുകൊണ്ടൊന്നും നമുക്ക് ഹയർ സെക്കൻഡറി സ്കൂളിന് അതിൻ്റെ കെട്ടിടം പണിഞ്ഞു തീർക്കാനായിട്ട് സാധിക്കത്തില്ല. അത് ഗവൺമെന്റിന്റെയും ഈ ഭരണാധികാരികളുടെ എല്ലാവരുടെയും ഒരു ശ്രദ്ധ ഉണ്ടെങ്കിൽ മാത്രമേ ഈ ഹയർ സെക്കൻഡറി ബിൽഡിംഗ് യാഥാർത്ഥ്യമാകത്തുള്ളൂ. അധികൃതരുടെ അവഗണനയിലും 100% വിജയം കൈവരിച്ച സ്കൂളിലെ അധ്യാപകരുടെയും വിദ്യാർത്ഥികളുടെയും അർപ്പണബോധത്തിൽ ആവേശം കൊള്ളുകയാണ് പ്രദേശവാസികൾ. അഞ്ചൽ ഈസ്റ്റിൽ പരീക്ഷ എഴുതിയ 84 വിദ്യാർത്ഥികളും വിജയിച്ചു. 3 പേർ എല്ലാ വിഷയത്തിലും A+ നേടി. 7 പേർ 9 A+കളും കരസ്ഥമാക്കി. വർഷങ്ങൾക്ക് ശേഷമാണ് ഈസ്റ്റ് സ്കൂൾ 100 മേനി വിജയം കൊയ്യുന്നത്. അധ്യാപകരുടെയും ആത്മാർത്ഥമായ പ്രവർത്തനവും അവർ ഈ സ്കൂളിനെ ഒരു ചരിത്ര നിമിഷമാക്കി മാറ്റണമെന്ന് അവർ ആത്മാർത്ഥമായി ആഗ്രഹിച്ചതുകൊണ്ടും കുറെ പിന്നോക്കം നിന്ന കുട്ടികളെ അവരുടെ വിശ്രമ സമയങ്ങളിലും ലഞ്ച് ബ്രേക്ക് സമയങ്ങളിലും കൂടുതലായി പഠിപ്പിക്കുകയും അവരോടൊപ്പം ചേർന്ന് നിന്ന് അവരുടെ സംശയങ്ങൾ തീർത്തു കൊടുക്കുകയും ചെയ്യുകയും എല്ലാവരും ഒറ്റക്കെട്ടായി നിന്ന് പ്രവർത്തിച്ചപ്പോൾ കിട്ടിയ വിജയമാണ് ഈ സ്കൂളിന്റെ 109 വർഷത്തെ ചരിത്രത്തിൽ ആദ്യമായി ഇങ്ങനെ 100% വിജയം എത്തിച്ചേർന്നത്. ശബരിഗിരി സ്കൂൾ ഈ വർഷവും 100 മേനി വിജയം ആവർത്തിച്ചു. പരീക്ഷ എഴുതിയ 71 പേരും വിജയിച്ചു. എല്ലാ വിഷയത്തിലും A+ ലഭിച്ചത് ഒരാൾക്ക് മാത്രം. പുത്തയം ഓൾസേൻ ഹൈസ്കൂളും 100 മേനി വിജയം ആവർത്തിച്ചു. പരീക്ഷ എഴുതിയ 54 പേരും വിജയിച്ചു. ഒരാൾക്ക് എല്ലാ വിഷയത്തിലും A+ ലഭിച്ചു. അഞ്ചൽ വെസ്റ്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ഇംഗ്ലീഷ് മീഡിയം വിഭാഗവും 100 മേനി വിജയം ആവർത്തിച്ചു. ഇംഗ്ലീഷ്, മലയാളം മീഡിയങ്ങളിലായി ആകെ 477 പേർ പരീക്ഷ എഴുതിയപ്പോൾ 25 പേർ എല്ലാ വിഷയത്തിലും A+ നേടി. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം, തെന്മല, അഞ്ചൽ. ഭാര്യയെ കുത്തി കൊലപ്പെടുത്തിയ കേസിലെ പ്രതി തമിഴ്നാട്ടിൽ പിടി. രാമനാഥപുരം സ്വദേശി പളനിയാണ്ടിയാണ് അറസ്റ്റിലായത്. തമിഴ്നാട് മീനാക്ഷിപുരം സ്വദേശി പളനിയാണ്ടിയാണ് അറസ്റ്റിലായത്. പുനലൂരിൽ നിന്നുമെത്തിയ പോലീസ് സംഘം തെങ്കാശി പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൽ നിന്നാണ് ഇയാളെ പിടികൂടിയത്. ഇയാളുടെ ഭാര്യയായ വട്ടമൺ പ്രീതാഭവനിൽ ശാന്തമ്മയെ കുത്തിക്കൊലപ്പെടുത്തിയ ശേഷം തമിഴ്നാട്ടിലേക്ക് ഒളിവിൽ പോയ പ്രതിയെ 2 ദിവസങ്ങൾക്ക് ശേഷമാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. മകളെ ഗൾഫിലേക്ക് യാത്രയയക്കാനാണ് പളനിയാണ്ടിയും ഭാര്യ ശാന്തമ്മയും വട്ടമണിലെത്തിയത്. മകൾ ഉമയെ ഗൾഫിലേക്ക് അയച്ച ശേഷം ഭാര്യ ഭർത്താക്കന്മാർ മാത്രമായിരുന്നു വീട്ടിലുണ്ടായിരുന്നത്. കുടുംബപരമായ പ്രശ്നങ്ങളാണ് കൊലപാതകത്തിൽ കലാശിച്ചത്. ഭാര്യയുടെ നിരന്തരമായ അവഗണനയാണ് കൊലപാതക പ്രേരിപ്പിച്ചതെന്നാണ് ഇയാൾ പോലീസിന് നൽകിയ മൊഴി. കോടതിയിൽ ഹാജരാക്കിയ പളനിയാണ്ടിയെ 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു. ഒരു മകളെ, മൂത്ത മകളുടെ ഭർത്താവ് ഗൾഫിലാണ്. ഗൾഫിലുള്ള ഭർത്താവിനോടൊപ്പം അയക്കുന്നതിന് വേണ്ടി മൂത്ത മകളെ എയർപോർട്ടിൽ കൊണ്ടുവന്ന് യാത്രയാക്കിയതിന് ശേഷം തിരിച്ച് ഈ സംഭവം നടന്ന വീട്ടിൽ ഭാര്യയും ഭർത്താവും ഉണ്ടായിരുന്നു. രാത്രി അവർ തമ്മിൽ വഴക്കോ സംസാരങ്ങളോ ഉണ്ടായിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് കുടുംബത്തിൽ നേരത്തെ തർക്കങ്ങളൊക്കെ ഉണ്ടായിരുന്നു.
കല്യാണം കഴിഞ്ഞ് 2 പെൺമക്കളെ കല്യാണം കഴിഞ്ഞതിന് ശേഷം സാമ്പത്തികമായിട്ടൊന്നും വരുമാനം ഇല്ലാത്തത് കൊണ്ടും പിന്നെ മറ്റ് കുടുംബ പ്രശ്നങ്ങൾ കൊണ്ടും ഭാര്യ അവോയ്ഡ് ചെയ്തു എന്ന് ഭർത്താവ് പറയുന്നു. അതിൻ്റെ ഭാഗമായിട്ട് ഈ മരിച്ചതിൻ്റെ ഈ സംഭവം നടക്കുന്നതിൻ്റെ രാത്രി അയലോകത്തുള്ളൊരു പട്ടാളക്കാരൻ്റെ അടുത്ത് പോയിരുന്ന് മദ്യപിച്ചു. സ്ഥിരമായിട്ട് ഇവിടെ വരുമ്പോൾ മദ്യപിക്കാറുണ്ട്. മദ്യപിച്ചു രാത്രി 12 മണിയോടുകൂടി ഭാര്യ ഉറക്കത്തിൽ 2 കുത്ത് കൊടുത്തു. അതിനുശേഷം പിന്നെ മൽപ്പിടുത്തമായി, പിന്നെ തുരുതുര കുത്തി. കുത്തിൻ്റെ കാഠിന്യത്തിൽ മരിക്കുകയാണ് ഉണ്ടായത്. ഏകദേശം 10-20ഓളം കുത്തുകൾ ശരീരത്തിൻ്റെ പല ഭാഗങ്ങളിലുണ്ട്. 4 മണിയോടുകൂടി ഞാൻ ഉണർന്ന് നോക്കുമ്പോൾ മരിച്ചു കിടക്കുന്നതാണ്. പിന്നെ അയാൾ 5:30 മണിയോടുകൂടി വീട്ടിൽ നിന്ന് ഇറങ്ങി തൊളിക്കോട് വന്ന് അവിടെ ഒരു ചായക്കടയിൽ ചായ കുടിച്ചു. ചായ കുടിച്ചതിന് ശേഷം നടന്ന് പുനലൂർ KSRTC സ്റ്റാൻഡിൽ വന്ന് തെങ്കാശി ബസ്സിൽ തെങ്കാശിയിൽ പോയി. ലൈവ് വാർത്ത പുനലൂർ. പവിത്രം ജുവലേഴ്സ് ട്രഡീഷണൽ ഓർണമെന്റ്സിനൊപ്പം ട്രെൻഡി ഫാഷൻ ഡിസൈനർ കളക്ഷൻസ്. കല്യാണ അവസരങ്ങളിൽ നിങ്ങൾ കണിഞ്ഞൊരുങ്ങുവാൻ മോഡേൺ ഫാഷൻ വെഡിംഗ് ജ്വല്ലറി, കൂടാതെ നിങ്ങളെ പ്രൗഢയാക്കുന്ന ന്യൂ അറൈവൽ പാർട്ടി വെയർ, എലഗന്റ് എത്നിക് കളക്ഷൻസ്, പ്യുവർ 916 ഹോൾമാർക്ക് ഗോൾഡ്. പവിത്രം ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പുനലൂർ. ഭാരത് കണ്ണാശുപത്രി, കൃഷ്ണൻ കോവിലിന് എതിർവശം, പുനലൂർ. ഞങ്ങളുടെ സേവനങ്ങൾ ജനറൽ ഒഫ്താൽമോളജി, തിമിര ശസ്ത്രക്രിയ, ഗ്ലൈക്കോമ, കോർണിയ, ഡയബറ്റിക് റെറ്റിനോപ്പതി, പീഡിയാട്രിക് ഒഫ്താൽമോളജി, ലോ വിഷൻ, റിഫ്രാക്ഷൻ സർവീസ്, കോൺടാക്ട് ലെൻസ്, മെഡിക്കൽ റെറ്റിന, ഓർബിറ്റ് ആൻഡ് ഒക്ലോപ്ലസി, ക്ലിനിക്കൽ ലബോറട്ടറി, ലേസർ സർവീസ്, ഒപ്റ്റിക്കൽസ് ആൻഡ് കമ്മ്യൂണിറ്റി ഒഫ്താൽമോളജി. ദിവസേന വേദനരഹിത, തുന്നൽരഹിത, രക്തരഹിത തിമിര ശസ്ത്രക്രിയകൾ ആശുപത്രിവാസമില്ലാതെ മിതമായ നിരക്കിൽ ചെയ്യപ്പെടുന്ന പുനലൂരിലെ ഏക സ്ഥാപനം. ഫോൺ 8891949693. തൊട്ടുകടവിൽ ട്രേഡേഴ്സ്, മെയിൻ റോഡ്, പുനലൂർ. സാനിറ്ററി ആൻഡ് ബാത്റൂം ഫിറ്റിംഗ്സ്, ടൈൽസ്, പാരിവെയർ, ക്രിസ്റ്റൽ ബാത്ത് ഗാലറി, ഇലക്ട്രിക്കൽ ഗുഡ്സ്, ഫാൻസി ലൈറ്റുകൾ, പാനസോണിക് AC-യുടെ അംഗീകൃത ഡീലർ, ഫിനോളിക്സ് പ്ലംബിംഗ് പൈപ്പുകൾ, കിച്ചൺ കബോർഡ് ആക്സസറീസ്, ക്വിക്ക് സ്റ്റെപ്പ് വുഡൻ ഫ്ലോറിംഗ്, മഹീന്ദ്ര പവർ ഓൾ ജനറേറ്ററുകൾ, ഹാർഡ്വെയർ, ഗുണമേന്മ, വിൽപ്പനാനന്തര സേവനം എന്നിവ ഞങ്ങളുടെ മാത്രം പ്രത്യേകതയാണ്. തൊട്ടുകടവിൽ ട്രേഡേഴ്സ്, ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന് സമീപം, പുനലൂർ. ഫോൺ 0475222120. എലഗന്റ് ഇവന്റ്സ് ആൻഡ് കാറ്ററേഴ്സ്, പത്തനാപുരം. മേക്ക് യുവർ ഡേയ്സ് എലഗന്റ് ആൻഡ് ഇവന്റ്ഫുൾ. വിവാഹ നടത്തിപ്പിനും മറ്റ് പ്രിയ മുഹൂർത്തങ്ങൾക്കും നെട്ടോട്ടമോടുന്നവർക്ക് ഇതാ ഒരു സന്തോഷ വാർത്ത. നിങ്ങളുടെ പ്രിയ മുഹൂർത്തങ്ങൾ ഏതുമാകട്ടെ, എല്ലാം ഒരു കുടക്കീഴിൽ മിതമായ നിരക്കിൽ. എലഗന്റ് ഇവന്റ്സ് ആൻഡ് കാറ്ററേഴ്സ്, പത്തനാപുരം. Catering service. We cater for all occasions. Elegant events. SBT ATM സമീപം, KO Abraham Building, പത്തനാപുരം. ഫോൺ 99476970. സ്വപ്ന വസ്ത്രങ്ങളുടെ പരവതാനി വിരിച്ച് ആധുനികം മുതൽ പരമ്പരാഗതം വരെയുള്ള ആഘോഷങ്ങൾക്ക് മാറ്റുകൂട്ടുവാൻ ജോസ് ടെക്സ്റ്റൈൽസ്, വാൻ ഹ്യൂസൺ, ലൂയി ഫിലിപ്പ്, സീറോ, പാർക്കർ, പാൻ അമേരിക്ക, പീറ്റർ ഇംഗ്ലണ്ട്, സിട്രസ്, രാംരാജ്, ലിവിൻ ട്രൗസേഴ്സ്, യൗവൻ ചുരിദാർ മെറ്റീരിയൽസ്, ബേബി കെയർ പ്രോഡക്ട്സ് എന്നിവ. ജോസ് ടെക്സ്റ്റൈൽസ്, PO ജംഗ്ഷൻ, പുനലൂർ. പരുത്തിപ്പാറ, തിരുവനന്തപുരം. ഫോൺ 0471-254-5858. TVTM ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ നിയർ ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂൾ, പുനലൂർ. പത്തനാപുരം താലൂക്ക് സമാജത്തിന്റെ നിയന്ത്രണത്തിൽ പ്രവർത്തിക്കുന്ന മികച്ച വിദ്യാഭ്യാസ സ്ഥാപനം. കഴിഞ്ഞ 20 വർഷമായി രക്ഷിതാക്കൾ അർപ്പിച്ച വിശ്വാസമാണ് ഞങ്ങളുടെ മുഖമുദ്ര. പഠനത്തോടൊപ്പം പാഠ്യേതര പ്രവർത്തനങ്ങൾക്കും പ്രാധാന്യം. മികച്ച നേതൃപാഠവും പരിചയസമ്പന്നരായ അധ്യാപകർ, സ്കൂൾ ബസ് സൗകര്യം. 2015-16 അധ്യയന വർഷത്തേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. TVTM ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ നിയർ ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂൾ, പുനലൂർ. ഫോൺ 9961410570. ക്ലാസിക് ഫുട്വെയർ, ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന് എതിർവശം, മെയിൻ റോഡ്, പുനലൂർ. ഞങ്ങളുടെ സ്ഥാപനത്തിൽ നിന്നും ഇന്ത്യയിലെ പ്രമുഖ കമ്പനികളുടെ വിവിധ വർണ്ണങ്ങളിലും ഡിസൈനുകളിലുമുള്ള പാദരക്ഷകൾ, ലേഡീസ് ബാഗുകൾ, ട്രാവലിൻ ബാഗുകൾ, ട്രോളി ബാഗുകൾ, ക്രിക്കറ്റ് ബാറ്റുകൾ, ഷട്ടിൽ ബാറ്റുകൾ, ഫുട്ബോളുകൾ, ക്യാരംസ് ബോർഡുകൾ എന്നിവ വളരെ മിതമായ വിലയ്ക്ക് ഞങ്ങളിൽ നിന്നും ലഭിക്കുന്നു. ക്ലാസിക് ഫുട്വെയർ, ഓപ്പോസിറ്റ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ, മെയിൻ റോഡ്. അഞ്ചലിൽ വെള്ളക്കെട്ടിന് പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ട് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ റോഡ് ഉപരോധിച്ചു. അധികൃതർ നടപടി സ്വീകരിച്ചില്ലെങ്കിൽ സമരം ശക്തമാക്കുവാനാണ് യൂത്ത് കോൺഗ്രസിന്റെ തീരുമാനം.
അഞ്ചൽ ചന്തയ്ക്ക് സമീപം ESI ഹോസ്പിറ്റലിലേക്ക് പോകുന്ന വഴിയിലാണ് വെള്ളക്കെട്ട് മൂലം യാത്രക്കാർ ദുരിതമനുഭവിക്കുന്നത്. ഇതിനു സമീപത്തായി അഞ്ചൽ AEO ഓഫീസും ലോവർ പ്രൈമറി സ്കൂളും സ്ഥിതി ചെയ്യുന്നു. 30ഓളം വീടുകൾക്ക് യാത്രയ്ക്കായി ഈ വഴി മാത്രമാണ് ആശ്രയം. അഞ്ചൽ ചന്തമുക്കിലെ ജീപ്പ് സ്റ്റാൻഡ് സ്ഥിതി ചെയ്യുന്നതും ഈ വെള്ളക്കെട്ടിലാണ്. ESI ഹോസ്പിറ്റലിലേക്ക് പോകേണ്ടവർ വെള്ളക്കെട്ട് കടക്കുന്നത് മണിക്കൂറുകളുടെ ശ്രമഫലമായാണ്. അല്ലെങ്കിൽ വെള്ളക്കെട്ട് കടക്കാനായി മാത്രം ജീപ്പോ ഓട്ടോയോ വിളിക്കണം. ഇവിടെ മഴ പെയ്താൽ വെള്ളമൊലിച്ചു പോകാൻ ചാലുണ്ടായിരുന്നത് സ്വകാര്യ വ്യക്തി കയ്യേറി മതിലും ഷോപ്പിംഗ് കോംപ്ലക്സും പണിതതാണ് റോഡിൽ വെള്ളക്കെട്ടുണ്ടാകാൻ കാരണമെന്നാണ് ആക്ഷേപം. അറവു മാലിന്യവും ഇവിടെ നിക്ഷേപിക്കുന്നതായി നാട്ടുകാർ പരാതിപ്പെടുന്നു. കൊച്ചുകുട്ടികളടക്കമുള്ളവർക്ക് ഇതുവഴി യാത്ര ചെയ്യുന്നത് മൂലം കാലിൽ വ്രണങ്ങളുണ്ടാകുന്നതും ജലജന്യ രോഗങ്ങൾ പടർന്നു പിടിക്കുന്നതും പതിവാണത്രേ. കാളച്ചന്ത, കന്നുകാലിച്ചന്ത മുതലായ ഇത് നടക്കുന്നതാണ്. ഇതിലേക്കൂടെ ഒരു രോഗികൾക്ക് ഇതിലേക്കൂടെ നടന്നു പോലും പോകാൻ പറ്റത്തില്ല. ഒരു 1.5 മാസം മുമ്പ് വരെ ഇതിലേക്കൂടെ വെള്ളം പൊയ്ക്കൊണ്ടിരുന്നത്, ബസ് പൊയ്ക്കൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പോൾ അവർ ഹൈക്കോടതിയിൽ നിന്ന് സ്റ്റേ വാങ്ങിച്ച് കെട്ടി അടച്ചേക്കാണ്. പക്ഷേ ഇവിടുത്തെ സ്ഥലവസ്ഥകൾ പോലും ചോദിക്കാൻ തയ്യാറാവും. മതിൽ കെട്ടിയതിന് ശേഷമാണ് ഇത്രയും വെള്ളത്തിന്റെ ഇത് വന്ന് കൊച്ചുങ്ങൾക്ക് നടക്കാൻ വയ്യ. കോഴി വേസ്റ്റ് കൊണ്ടിടുന്നു. അവിടെ കുറെ കട്ട ഇറക്കി ആദ്യം ഇട്ടിരുന്നു. ഇപ്പോൾ അത് കാണാനില്ല. ആ കടയിലെല്ലാം വെള്ളം, ആർക്കും നടക്കാനും ഒക്കുന്നില്ല. എല്ലാവർക്കും ബുദ്ധിമുട്ടായിട്ട് കിടക്കും. ഭയങ്കര വാടകയാണ് വെള്ളം. ഒരുപാട് കുട്ടികൾ പോകുന്നത് മദ്രസ സ്കൂളിൽ വരുന്നതും മദ്രസയിൽ പോകുന്നതും ചന്തയിൽ വരുന്നതും എല്ലാ ആൾക്കാർക്കും സ്ത്രീകൾക്ക് ESI പോകാൻ പോലും ഒക്കാതെ ആഫീസർ പെണ്ണുങ്ങൾ ഇവിടെ വന്ന് മറിഞ്ഞു വീഴുന്നു. പെണ്ണുങ്ങൾക്ക് പോലും നടക്കാൻ പോയി. ആഫീസർ പെണ്ണുങ്ങൾ ഒരുപാട് പേര് വന്ന് മറിഞ്ഞു വീഴുന്നു. കാല് വയ്യാത്തവരുണ്ട്. അവർക്കൊന്നും പോകാൻ നിവർത്തിയില്ല കിടക്കുവാണ്. ESI പോകാൻ ഒട്ടും വയ്യാതെ കിടക്കുവാണ്. എത്രയും വേഗം ഇതിനൊരു ശാശ്വത പരിഹാരമുണ്ടായില്ലെങ്കിൽ ശക്തമായ സമര പരിപാടികളുമായി മുന്നോട്ടു പോകുമെന്ന് ധർണാ സമരം ഉദ്ഘാടനം ചെയ്ത യൂത്ത് കോൺഗ്രസ് അഞ്ചൽ മണ്ഡലം പ്രസിഡന്റ് S. ലീ കുമാർ പറഞ്ഞു. ഈ മഴക്കാലമായി വരുന്ന ഈ കാലയളവിൽ ഇതിന്റെ ഓടകൾ നിർമ്മിക്കുകയോ അല്ലെന്നുണ്ടെങ്കിൽ ഈ വെള്ളക്കെട്ട് തിരിച്ചുവിടാനോ പഞ്ചായത്ത് ഭരണസമിതിക്ക് കഴിയാത്ത ഒരവസ്ഥയാണ്. നിരവധി ജനങ്ങളാണ് ഈ ഭാഗത്ത് താമസിക്കുന്നത്. അതുപോലെ തന്നെ പല ആവശ്യങ്ങൾക്കായിട്ട് പോലീസ് സ്റ്റേഷനിലേക്ക് പോകേണ്ട വഴിയാണ്. അതേപോലെ ESI ഹോസ്പിറ്റൽ, മെയിനായിട്ട് സാധാരണക്കാർ പോകേണ്ട ഒരു ഹോസ്പിറ്റലാണ് ഇവിടെ ഉള്ളത്. ആ ഹോസ്പിറ്റലിലേക്ക് പോകേണ്ട ഈ വഴിക്ക് ഇങ്ങനെ ഒരു അവസ്ഥ വന്നു. യൂത്ത് കോൺഗ്രസ് നേതാക്കളായ ഗിരീഷ് വയല, ഷെറിൻ അഞ്ചൽ, S. ഷിജു എന്നിവർ സമരത്തിന് നേതൃത്വം നൽകി. ലൈവ് വാർത്ത, അഞ്ചൽ. തലവൂർ ഗ്രാമപഞ്ചായത്തിലെ കോൺഗ്രസ് പ്രതിനിധിക്കെതിരെ അഴിമതി ആരോപണവുമായി യൂത്ത് കോൺഗ്രസ് നേതാവ്. പനമ്പറ്റ വാർഡിലെ റോഡ് നിർമ്മാണത്തിൽ മെമ്പർ ക്രമക്കേട് കാട്ടിയെന്നാണ് യൂത്ത് കോൺഗ്രസ് നേതാവിന്റെ ആരോപണം. മെമ്പറുടെ വാർഡിലെ റോഡ് വീതി കൂട്ടി കോൺക്രീറ്റ് നടത്തിയപ്പോൾ തന്റെ വീടിന്റെ മുൻഭാഗം പുനരുദ്ധാരണ പ്രവർത്തനത്തിൽ നിന്നും ഒഴിവാക്കിയതായാണ് യൂത്ത് കോൺഗ്രസ് തലവൂർ മണ്ഡലം വൈസ് പ്രസിഡന്റ് സജിത് പിടവൂരിന്റെ ആരോപണം. 9 ലക്ഷം രൂപ ചെലവാക്കി നിർമ്മിച്ച റോഡിൽ മൺവേലകൾക്കായി മാത്രം 7 ലക്ഷം രൂപ ചെലവാക്കിയതിൽ അഴിമതിയുണ്ടെന്നും സജിത് ആരോപിച്ചു. ഗ്രാമീണപാത പൂർണ്ണമായി നവീകരിക്കേണ്ടിടത്ത് തന്റെ വീടിന്റെ മുൻഭാഗം മാത്രം ഒഴിവാക്കിയ നിലപാട് അംഗീകരിക്കാനാകില്ലെന്നും സജിത് പറയുന്നു. ഇത് പണി തുടങ്ങിയപ്പോൾ തന്നെ ഞങ്ങൾ വാർഡ് മെമ്പറെ സമീപിച്ചപ്പോൾ ആദ്യം അവിടെ കുറെ കോൺക്രീറ്റ് ചെയ്ത് ഇവിടെ വരെ വന്നു. രണ്ടാമത്തെ ഘട്ടം കോൺക്രീറ്റ് ചെയ്തപ്പോൾ വാർഡ് മെമ്പർ ഞങ്ങളോട് പറഞ്ഞു ഇവിടെ ഉടനെ ഉണ്ടെന്ന്. ഞാൻ ഉടനെ ഉണ്ടെന്ന് പറഞ്ഞ് മേളി ചെയ്തു. ഇത്രയും ഭാഗം വിട്ട് അത് തുടർച്ചയായിട്ട് ചെയ്യാതെ മേളി ചെയ്തു. ഞങ്ങൾ അപ്പോൾ എന്നോട് ഞാൻ വാർഡ് മെമ്പറെ സമീപിച്ചോ പറഞ്ഞു സൈറ്റ് ഉടനെ തന്നെ അടുത്ത ഘട്ടമായിട്ട് താഴെ ചെയ്യും, അതുകൊണ്ട് പ്രശ്നമൊന്നും വേണ്ട, മേളി ചെയ്തിട്ട് താഴെ ചെയ്തോളാം പറഞ്ഞു. ഞാൻ പറഞ്ഞു അതെന്തൊരു മെമ്പറെ താഴെ നല്ല ചെയ്തു വന്നത്, അപ്പോൾ ഇത് ഇത്രയും ചെയ്യേണ്ടത് അത് സമ്മതിച്ചില്ല. അത് മാത്രമല്ല ഇത് ഞാൻ ഇതിനെതിരെ വിവരാവകാശം കൊടുത്തു. പഞ്ചായത്ത് വിവരാവകാശം കൊടുത്തപ്പോൾ വാർഡ് മെമ്പർ എന്നോട് പറഞ്ഞത് 9 ലക്ഷം രൂപ ആയി ഈ റോഡ് പണിക്ക് മാത്രമെന്നാണ്. അപ്പം ഞാൻ പഞ്ചായത്ത് വിവരാവകാശം കൊടുത്തപ്പോൾ കോൺക്രീറ്റ് മാത്രം 2 ലക്ഷം രൂപയാണ് ആയിട്ടുള്ളത്. ബാക്കി 7 ലക്ഷം രൂപ വേണ്ടി വന്നു ഈ റോഡ് പണിക്ക് തീർക്കാൻ. JCB ആകെ ഒരാഴ്ച JCB പണിഞ്ഞിട്ടുള്ളൂ. ആ JCB ഒരു ദിവസം പണിഞ്ഞ് 1 ലക്ഷം രൂപ വെച്ചാണ് കണക്കാക്കിയിരിക്കുന്നത്. അപ്പോൾ 7 ലക്ഷം രൂപയാണ് 7 ദിവസം പണിഞ്ഞതിന് JCB കൊടുത്തത്. ബാക്കി 2 ലക്ഷം രൂപ മാത്രം കോൺക്രീറ്റിന് എടുത്തുള്ളൂ. വൻ അഴിമതിയാണ് ഇത് കാണിച്ചിരിക്കുന്നത്. ലൈവ് വാർത്ത, പത്തനാപുരം. തെന്മല പരപ്പാർ ഡാമിന്റെ 1-ാം നമ്പർ ഷട്ടർ ഉയർത്താൻ കഴിയുന്നില്ല. യഥാസമയം അറ്റകുറ്റപ്പണികൾ നടക്കുന്നില്ലെന്ന ആക്ഷേപവും ശക്തമാണ്.
ഷട്ടർ ഉയർത്താൻ ഉപയോഗിക്കുന്ന ഉരുക്കുവടം തകരാറിലായതാണ് ഇതിന് കാരണമായിട്ടുള്ളത്. വേനലിൽ ഷട്ടറിന്റെ റബ്ബർ ബുഷ് ഉരുകിപ്പോകാതിരിക്കാൻ ഷട്ടറുകൾ ഉയർത്തിവെക്കുന്നത് പതിവാണ്. ഇതിനായി കഴിഞ്ഞ ദിവസം ഷട്ടർ ഉയർത്തിയപ്പോഴാണ് 1-ാം നമ്പർ ഷട്ടർ ഉയർത്താൻ സാധിക്കാതെ വന്നത്. നിലവിൽ ഡാമിലെ ജലനിരപ്പ് 111.44 മീറ്ററാണ്. 115.82 മീറ്റർ സംഭരണശേഷിയുള്ള ഡാമിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ മഴ ലഭിച്ചതിനെ തുടർന്നാണ് ജലനിരപ്പ് ഉയർന്നത്. 2013-ൽ ഷട്ടറുകളുടെ അറ്റകുറ്റപ്പണികൾ നടത്തിയിരുന്നു. അറ്റകുറ്റപ്പണികൾ പേരിന് മാത്രമായാണ് നടന്നതെന്നും ആക്ഷേപമുയർന്നിരുന്നു. ഡാമിന്റെ സംരക്ഷണത്തിനായി സർക്കാരിന്റെ ഭാഗത്തു നിന്ന് യാതൊന്നും ചെയ്യുന്നില്ലെന്നും ആക്ഷേപമുയർന്നിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, തെന്മല. RPL റഫറണ്ടത്തിൽ AITUCക്ക് മികച്ച വിജയം. CITU 4-ാം സ്ഥാനത്തേക്ക് തള്ളപ്പെട്ടു. തൊഴിൽ വകുപ്പ് മന്ത്രിയുടെ യൂണിയനായ UTUCക്ക് അംഗീകാരം ലഭിച്ചില്ല. RPL കുളത്തൂപ്പുഴ ആയിരനെല്ലൂർ എസ്റ്റേറ്റുകളിൽ നടന്ന ഹിതപരിശോധനയിൽ AITUC യൂണിയൻ ഒന്നാമതെത്തി. ആകെ പോൾ ചെയ്ത 1034 വോട്ടിൽ 298 വോട്ടുകൾ നേടിയാണ് AITUC മറ്റ് യൂണിയനുകളെ പിന്തള്ളി ഒന്നാമതെത്തിയത്. റീഹാബ് എംപ്ലോയീസ് കോൺഗ്രസ് INTUC 2-ാം സ്ഥാനത്തും CITU 4-ാം സ്ഥാനത്തും എത്തി. എന്നാൽ തൊഴിൽ വകുപ്പ് മന്ത്രിയുടെ യൂണിയനായ UTUCക്കും BMSനും ഹിതപരിശോധനയിൽ അംഗീകാരം നേടാനായില്ല. കഴിഞ്ഞ ഹിതപരിശോധനയിൽ 1-ാം സ്ഥാനത്തായിരുന്ന INTUC പിന്തള്ളി AITUC 1-ാം സ്ഥാനത്തെത്തിയപ്പോൾ CITU 4-ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടത് ഏറെ ശ്രദ്ധേയമായി. ന്യൂസ് ബ്യൂറോ, കുളത്തൂപ്പുഴ. വനം വകുപ്പിന്റെ അധീനതയിലുള്ള പത്തനാപുരം വാഴത്തോപ്പ് ഡിപ്പോയിൽ തടികൾ നശിക്കുന്നു. യഥാസമയം ലേലം ചെയ്തു നൽകാത്തതാണ് തടികൾ നശിക്കാൻ കാരണം. ലേല നടപടികളിൽ പരിഷ്കരണം വരുത്തി ഈ ലേലം നടപ്പാക്കിയതാണ് തടികൾ നശിക്കാൻ കാരണമത്രേ. ഈ ലേലം പദ്ധതി സർക്കാർ നടപ്പാക്കിയതോടെ ചെറുകിട കച്ചവടക്കാർക്ക് ലേലത്തിൽ പങ്കെടുക്കാൻ കഴിയാറില്ല. ഇതിൽ പങ്കെടുക്കാനുള്ള പരിചയക്കുറവും പുതിയ പദ്ധതിയുടെ പോരായ്മയായി ചൂണ്ടിക്കാട്ടുന്നു. ലേലത്തിൽ പങ്കെടുത്ത പലരുടെയും ലക്ഷക്കണക്കിന് രൂപ പുതിയ പദ്ധതിയുടെ ഇത്തരം പോരായ്മ മൂലം നഷ്ടപ്പെട്ടതായും ആക്ഷേപം ഉയർന്നിട്ടുണ്ട്. വൻകിട മുതലാളിമാരെ മാത്രം പങ്കെടുപ്പിച്ച് ചെറുകിട കച്ചവടക്കാരെ ഇല്ലാതാക്കാനുള്ള നീക്കമാണ് ഇതിന് പിന്നിലെന്നും ആക്ഷേപമുണ്ട്. തടിവിൽപ്പന നടക്കാത്തതിനാൽ ലോഡിംഗ് തൊഴിലാളികളുടെ കുടുംബങ്ങളും ദുരിതത്തിലായിരിക്കുകയാണ്. ഈ ഒരു പുതിയ ലേല നിബന്ധന വെച്ച് ആയതുകൊണ്ട് തൊഴിലാളികൾക്ക് തൊഴിലില്ല. ഒരു ഡിപ്പോയിലല്ല, എല്ലാ ഡിപ്പോയിലും അത് തന്നെ. അതുപോലെ തന്നെ ലേലത്തിന് DFO നേരിട്ട് വന്ന് ലേലം ചെയ്താൽ എല്ലാ തടിയും വിറ്റുപോകും. ഇത് എവിടെയെങ്കിലും നിന്ന് വിളിച്ച് എങ്ങാണ്ട് പോയി ഒരു ഓർഡറും വെച്ച് അവിടെ വെച്ച് ഇത് കാളി ചേച്ച് ഇങ്ങോട്ട് വന്ന് 1 ലക്ഷം രൂപ വിൽക്കേണ്ടെന്ന് തടി 5000 രൂപയുടെയും തടി 1 ലക്ഷം രൂപയ്ക്കാണ് അവിടെ ലേലം ചെയ്യുന്നത്. ഇപ്പോൾ എടുക്കാൻ ആളില്ല. ഈ തടികൾ മൊത്തം ഇവിടെ നിന്ന് പൊടിഞ്ഞു പോവുക. സാധാരണ ഇവിടെ മാസം തോറും ലേലം നടന്നാൽ ഒരു മാസം കഴിയുമ്പോഴത്തേക്ക് ഈ തടികളെല്ലാം ഇവിടുന്ന് കയറി പോകുന്ന ഇത് മൊത്തം തടി ഇവിടെ കിടന്ന് പൊടിഞ്ഞ് നശിച്ചു പോവുക. ഞങ്ങൾക്ക് തന്നെ ഉരുട്ടി കയറ്റാൻ ഒക്കത്തില്ല, ഒടിഞ്ഞ് ഞങ്ങളുടെ തലയെ വീഴും. ആ വ്യവസ്ഥ ഒന്ന് മാറ്റി കിട്ടും. കേരളത്തിലുള്ള 6 ഡിവിഷനുകളിൽപ്പെട്ട 35-ൽ പരം ഡിപ്പോകളിലായി കോടിക്കണക്കിന് രൂപയുടെ തടികളാണ് ഇത്തരത്തിൽ കാലഹരണപ്പെട്ട് നശിച്ചുപോയിക്കൊണ്ടിരിക്കുന്നത്. തടികൾ നഷ്ടപ്പെടുന്ന വിവരം പോലും ഇവരുടെ ശ്രദ്ധയിൽപ്പെടുന്നില്ലേ എന്നുള്ളതാണ് ഞങ്ങൾ ചോദിക്കുന്ന ഒരു ചോദ്യം. അതുപോലെ തന്നെ റവന്യൂ വരുമാനത്തിൽ ഒരു കുറവുമില്ല എന്നവർ പറയുമ്പോഴും റവന്യൂ വരുമാനത്തിൽ പകുതിയോളം ഏകദേശം, അതായത് പുനലൂർ ഡിവിഷനിലെ കണക്ക് മാത്രം എടുത്താൽ 60 ലക്ഷം രൂപ ഈ ആക്ഷന് മുമ്പ് വന്നിരുന്ന വരുമാനം ഏകദേശം 30 ലക്ഷത്തിലേക്ക് നികുതി വരുമാനം കുറഞ്ഞിരിക്കുന്നതായിട്ട് നമുക്ക് വ്യക്തമായി കാണാൻ കഴിയും. ലൈവ് വാർത്ത, പത്തനാപുരം. പുനലൂർ ആയുഷ് മന്ത്ര ആയുർവേദ ഷോറൂമിൽ മോഷണം. കഴിഞ്ഞ ദിവസം രാത്രിയിലാണ് മോഷണം നടന്നത്. 15,000 രൂപയുടെ വസ്തുവകകൾ മോഷണം പോയതായി കടയുടമ പ്രതികരിച്ചു. തിങ്കളാഴ്ച രാത്രിയിലാണ് പുനലൂർ വെട്ടിപ്പുഴ NSS ഓഡിറ്റോറിയത്തിൽ പ്രവർത്തിക്കുന്ന ആയുർ മന്ത്ര എന്ന ആയുർവേദ ഷോറൂമിൽ മോഷണം നടന്നത്. തിങ്കളാഴ്ച രാവിലെ കട തുറക്കുന്നതിനായി എത്തിയപ്പോഴാണ് മോഷണം ശ്രദ്ധയിൽപ്പെട്ടതെന്ന് ജീവനക്കാരൻ പറയുന്നു. രാവിലെ കട തുറക്കാൻ വേണ്ടി ഞാൻ ഓൺലൈൻ കൂടെ ജോലി വന്നപ്പോൾ അതിൻ്റെ അകത്തോട്ട് കയറി. ചിലപ്പോൾ ഷട്ടറിൻ്റെ ഇത്രയും ഭാഗം തുറന്ന് നടക്കിയായിരുന്നു. അപ്പോൾ തന്നെ ഞാൻ കട തുറന്നിട്ട് 3 ദിവസമായിട്ടുള്ളായിരുന്നു. അപ്പോൾ ഞങ്ങൾ കയറി അകത്ത് കയറിയപ്പോൾ എൻ്റെ വിളക്ക്, അവിടെ ഇരുന്ന വിളക്ക്, മരുന്നുകളെല്ലാം വെളിയിൽ, കമ്പ്യൂട്ടർ, CPU, മോണിറ്റർ എടുക്കാൻ ശ്രമം നടന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഡോക്ടറിൻ്റെ റൂമിലെ ചെയറും മേശയും എല്ലാത്തിനും മരുന്നുകളെല്ലാം എടുത്ത് പുറത്തൊക്കെ ഇറക്കിയായിരുന്നു. 15,000 രൂപയുടെ നഷ്ടം കണക്കാക്കപ്പെടുന്നു. ചെറിയ നിലവിളക്ക്, വലിയ നിലവിളക്കിന്റെ മുകൾ ഭാഗം, തേൻ, മരുന്നുകൾ തുടങ്ങിയവ മോഷണം പോയതിൽപ്പെടുന്നു. മേശയും അലമാരയും കുത്തിത്തുറന്ന് പരിശോധിച്ച നിലയിലാണ്. സാമ്പിൾ കവറുകളും വലിച്ചുവാരിയ നിലയിലാണ് കാണപ്പെട്ടത്. കമ്പ്യൂട്ടർ എടുത്തുകൊണ്ടുപോകാൻ ശ്രമം നടത്തിയിട്ടുണ്ട്. പുനലൂർ പോലീസ് എത്തി പരിശോധന നടത്തി കേസെടുത്തു. ന്യൂസ് ബ്യൂറോ, പുനലൂർ. ഈ നിമിഷമായിരുന്നു എന്റെ സ്വപ്നം. ഈ കാഴ്ചയ്ക്കായിരുന്നു എന്റെ കാത്തിരിപ്പ്. ഈ മുഹൂർത്തത്തിനായിരുന്നു ഞങ്ങളുടെ ജീവിതം. ഈ സംഗമത്തിനായിരുന്നു ഞങ്ങളുടെ പ്രാർത്ഥന. പാലത്ര ഫാഷൻ ജുവലേഴ്സ്, as pure as your love.
പുനലൂർ, ആലപ്പി, പത്തനംതിട്ട, ചേർത്തല, തോപ്പുംപടി ആൻഡ് ഗോൾഡ് സൂക്ക്. എടാ, നിന്നെപ്പോലെ ചെറുപ്പത്തിൽ തുടങ്ങിയതായി എനിക്കും ഡയബറ്റീസ്. എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും വീണ്ടെടുത്തു തന്നത് നമ്മുടെ ശങ്കേഴ്സ് ഐ ഹോസ്പിറ്റൽ അല്ലേ? ഡയബറ്റിക് റെറ്റിനോപ്പതി മൂലമുണ്ടാകുന്ന കാഴ്ചക്കുറവ് ചികിത്സിച്ച് മാറ്റുക തന്നെ വേണം. അതിന് ഏറ്റവും മികച്ച ചികിത്സ നമ്മുടെ ശങ്കേഴ്സ് ഐ ഹോസ്പിറ്റലിൽ ഉണ്ടല്ലോ. കാറ്ററാക്ട്, ഗ്ലൂക്കോമ ആൻഡ് ഡയബറ്റിക് ഐ കെയർ സെന്റർ. കുറുമ്പലിൽ ഇലക്ട്രോണിക്സ് SBT സമീപം മെയിൻ റോഡ്, പുനലൂർ. എയർ കണ്ടീഷണറുകൾ, ടെലിവിഷനുകൾ, റെഫ്രിജറേറ്ററുകൾ, മിക്സികൾ, ഗ്യാസ് സ്റ്റവുകൾ, തയ്യൽ മെഷീനുകൾ, ഹോം തിയേറ്ററുകൾ, ഇൻവെർട്ടറുകൾ, ഡിജിറ്റൽ UPSകൾ തുടങ്ങി എല്ലാവിധ ഗൃഹോപകരണങ്ങളും, ലാപ്ടോപ്പ്, സെറ്റ് ടോപ്പ് കമ്പ്യൂട്ടറുകൾ എന്നിവയുടെ വിൽപ്പനയും സർവീസും അഹൂജ, സ്റ്റുഡിയോ മാസ്റ്റർ എന്നീ കമ്പനികളുടെ പബ്ലിക് അഡ്രസ് സിസ്റ്റവും ഇലക്ട്രോണിക്സ് ആൻഡ് ഇലക്ട്രിക്കൽ ഉൽപ്പന്നങ്ങൾ, സ്പെയറുകൾ, കോർ ഓഡിയോ സിസ്റ്റംസ്, കേബിൾ TV ഐറ്റംസ് എന്നിവയും DTH സെയിൽസ് ആൻഡ് റീചാർജിംഗ് സേവനവും ലഭ്യമാണ്. കുറുമ്പേലിൽ സമ്മാന പെരുമഴ ഓഗസ്റ്റ് മുതൽ ഡിസംബർ വരെ. മാർത്താണ്ഡം കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി AICT അപ്രൂവൽ. ഞങ്ങളുടെ പുതിയ അധ്യയന വർഷത്തേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. UG കോഴ്സുകൾ BE മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്, BE സിവിൽ എഞ്ചിനീയറിംഗ്, BE കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ്, BE ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ്, BE ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ്, BTech ഇൻഫർമേഷൻ ടെക്നോളജി. PG കോഴ്സുകൾ ME കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ്, ME പവർ ഇലക്ട്രോണിക്സ് ആൻഡ് ഡ്രൈവ്സ് ആൻഡ് ME VLSI ഡിസൈൻ. കമ്പ്യൂട്ടറൈസ്ഡ് ഡിജിറ്റൽ ലൈബ്രറി, ലബോറട്ടറികളും വർക്ക്ഷോപ്പും. കേരള ഫുഡ്. യാത്രാ സൗകര്യം. ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും പ്രത്യേക ഹോസ്റ്റലുകൾ. ഫോർ അഡ്മിഷൻ കോൺടാക്ട് മാർത്താണ്ഡം കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി, കുട്ടക്കുഴി, നിയർ മാർത്താണ്ഡം, കന്യാകുമാരി ഡിസ്ട്രിക്ട്, തമിഴ്നാട്. ഫോൺ 04651276611. NBPM ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ നിയർ ചെമ്മന്തൂർ ഹൈസ്കൂൾ, പുനലൂർ. മാനേജ്ഡ് ബൈ പത്തനാപുരം താലൂക്ക് സമാജം. LKG മുതൽ 4th സ്റ്റാൻഡേർഡ് വരെയുള്ള ക്ലാസുകൾ. തികഞ്ഞ അച്ചടക്ക പരിചയ സമ്പന്നരായ അധ്യാപകർ. 100% സുരക്ഷിതത്വം. സമീപ പ്രദേശങ്ങളിലേക്ക് സ്കൂൾ ബസ് സൗകര്യം. പഠനത്തോടൊപ്പം പാഠ്യേതര പ്രവർത്തനങ്ങൾക്കും മുൻഗണന. മികച്ച നേതൃപാഠവും. 2015-16 അധ്യയന വർഷത്തേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. NBPM ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ നിയർ ചെമ്മന്തൂർ ഹൈസ്കൂൾ, പുനലൂർ. ഫോൺ 0475227100. കടവിൽ ബാബു ആൻഡ് കമ്പനി, തൊളിക്കോട്, പുനലൂർ. പെട്രോ ടൈൽസ്, എക്സ്റ്റീരിയർ ഡിസൈനർ ടൈൽസ്, പേവിംഗ് ബ്ലോക്സ്, വോൾ ടൈൽ, ഫ്ലോർ ടൈൽ എന്നിവ നിർമ്മിക്കപ്പെടുന്നു. വിവിധ ഡിസൈനുകളിലുള്ള ടൈലുകൾ തിരഞ്ഞെടുക്കാം. ഹോളോ ബ്രിക്സ്, കോൺക്രീറ്റ് ബ്ലോക്കുകൾ, ഇഷ്ടിക, മെറ്റൽ, പാറമണൽ, സിമന്റ്, സ്റ്റീൽ, AC ഷീറ്റ്, കമ്പി, പെയിന്റ് ആൻഡ് സാനിറ്ററി, റൂഫിംഗ് ഷീറ്റ്, സെറാമിക് ടൈലുകൾ തുടങ്ങി മേൽത്തരം കമ്പനികളുടെ ഉൽപ്പന്നങ്ങളും മിതമായ നിരക്കിൽ ലഭിക്കുന്നു. കടവിൽ ബാബു ആൻഡ് കമ്പനി, തൊളിക്കോട്, പുനലൂർ. ഫോൺ 0475222636. പരിമിതമായ സീറ്റുകളോട് കൂടി പുനലൂർ ഫാത്തിമ പബ്ലിക് സ്കൂളിൽ ഈ വർഷത്തെ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ഞങ്ങളുടെ പ്രത്യേകതകൾ: ഡൊണേഷൻ ഇല്ല, മിതമായ ഫീസ്, തികഞ്ഞ അച്ചടക്കത്തിലൂടെ മൂല്യാധിഷ്ഠിത പഠനം, വിദേശത്തും സ്വദേശത്തും പരിചയം നേടിയ അധ്യാപകർ നയിക്കുന്ന ക്ലാസുകൾ, കമ്പ്യൂട്ടർ, സ്മാർട്ട് ക്ലാസ്, നവീകരിച്ച കിഡ്സ് കോർണർ, പരിസ്ഥിതി സൗഹൃദ വിദ്യാലയം, റെഡ് ക്രോസ്, ഡാൻസ്, കരാട്ടെ, കൌൺസിലിംഗ് ക്ലാസ്, നേതൃപരിശീലന ക്യാമ്പുകൾ, മുതിർന്ന പെൺകുട്ടികളുടെ സുരക്ഷയ്ക്കായി മാതൃസമിതി, പഠനത്തിൽ പിന്നോക്കം നിൽക്കുന്ന കുട്ടികൾക്കായി റെമഡിയൽ ക്ലാസ് എന്നിവ ഞങ്ങളുടെ മാത്രം പ്രത്യേകതകളാകുന്നു. കൃഷി വികസന പദ്ധതികൾ, ചെസ്, ക്യാരംസ്, റോളർ സ്കേറ്റിംഗ്, ഫുട്ബോൾ, ക്രിക്കറ്റ്, ബാഡ്മിന്റൺ തുടങ്ങി ഇൻഡോർ ആൻഡ് ഔട്ട്ഡോർ ഗെയിം ഫെസിലിറ്റീസ്, ലാബ്, ലൈബ്രറി ഫെസിലിറ്റീസ്, ബസ് ഫെസിലിറ്റീസ് എന്നിവ ലഭ്യമാണ്. അറബി ഭാഷാ പഠനമുള്ള പുനലൂരിലെ ഏക CBSE വിദ്യാലയം. ഫാത്തിമ പബ്ലിക് സ്കൂളിൽ ചേർത്ത് നിങ്ങളുടെ കുട്ടികളുടെ ഭാവി ഉറപ്പാക്കൂ. ഫാത്തിമ പബ്ലിക് സ്കൂൾ, പുനലൂർ. അല്ല, പെണ്ണെവിടുന്നാ? ഗുജറാത്ത് ആണെന്ന് തോന്നുന്നു. പെണ്ണെവിടുന്നാ? മഹാരാഷ്ട്ര. എല്ലാവരും ചോദിക്കുന്നു പെണ്ണെവിടുന്നാന്ന്. എവിടെന്നാന്ന് നീ പറ. ഗുജറാത്ത് ബന്ദേജ് മുതൽ കാഞ്ചീപുരം പട്ട് വരെ ഇന്ത്യയിലെ വെവ്വേറെ സ്ഥലങ്ങളിലെ ബ്യൂട്ടിഫുൾ സിൽക്സ്. നിങ്ങളുടെ കല്യാണത്തിലെ ഓരോ വിശേഷത്തിനും. പെണ്ണെവിടുന്നാ? പെണ്ണ് എവിടുന്നാ? പിന്നെ എവിടുന്നാന്ന്? ലക്നോ സിൽക്സ് ഓഫ് ഇന്ത്യ ബ്രൈഡൽ സെവൻ. എല്ലാ സ്ഥലങ്ങളിലെയും പട്ട് RMKVയിൽ മാത്രം. പട്ടാഴി പഞ്ചായത്തിൽ ജനപ്രതിനിധികളും സെക്രട്ടറിയും തമ്മിൽ ശീതസമരം. സെക്രട്ടറിയുടെ ഓഫീസ് മുറി പൂട്ടി താക്കോലുമായി പ്രസിഡന്റ് തിരുവനന്തപുരത്തേക്ക് പോയത് വിവാദമായിരിക്കുകയാണ്. സംഭവത്തിൽ പ്രതിഷേധിച്ച് BJPയും രംഗത്ത് വന്നു.
ചൊവ്വാഴ്ച രാവിലെയാണ് പട്ടാഴി പഞ്ചായത്ത് പ്രസിഡന്റ് BS സുജാത പ്യൂണിൽ നിന്നും സെക്രട്ടറിയുടെ മുറിയുടെ താക്കോൽ വാങ്ങി മുറി പൂട്ടിയത്. തുടർന്ന് താക്കോലുമായി പ്രസിഡന്റ് പഞ്ചായത്ത് ഡയറക്ടറെ കാണാൻ തിരുവനന്തപുരത്തേക്ക് പോയി. സ്ഥലത്തെത്തിയ സെക്രട്ടറി ജീവനക്കാരോട് കാര്യമന്വേഷിക്കുകയും പേപ്പറിൽ എഴുതി വാങ്ങുകയും ചെയ്തു. കഴിഞ്ഞ ഒരാഴ്ചയായി പട്ടാഴി പഞ്ചായത്തിൽ ജനപ്രതിനിധികളും സെക്രട്ടറിയും തമ്മിലുള്ള തർക്കങ്ങൾ നിലനിൽക്കുകയാണ്. സംഭവത്തെ തുടർന്ന് BJP പ്രവർത്തകർ പഞ്ചായത്തിൽ കുത്തിയിരുന്നു പ്രതിഷേധിച്ചു. പട്ടാഴി ഗ്രാമപഞ്ചായത്തിൽ കഴിഞ്ഞ 2-3 ദിവസമായിട്ട് സെക്രട്ടറിക്ക് കയറാൻ പറ്റാത്ത ഒരവസ്ഥയാണുള്ളത്. അപ്പോൾ ഇവിടെ തന്നെ സെക്രട്ടറിയുടെ ഓഫീസ് പ്രസിഡന്റ് പൂട്ടിയിട്ടിരിക്കുന്നതെന്നാണ് സെക്രട്ടറിയിൽ നിന്നും അറിയാൻ കഴിയും. അപ്പോൾ ഈ പഞ്ചായത്തിൻ്റെ യാതൊരു പ്രവർത്തനങ്ങളും നിരവധി ആൾക്കാർ ഇവിടെ സർട്ടിഫിക്കറ്റുകൾക്കായിട്ട് മാരേജ് സർട്ടിഫിക്കറ്റ്, മരണ സർട്ടിഫിക്കറ്റ് എന്ന് വേണ്ട എല്ലാ സർട്ടിഫിക്കറ്റുകളുമായിട്ട് നിരവധി മണിക്കൂർ കൊണ്ട് ഈ ഗ്രാമപഞ്ചായത്തിലെത്തി ചേർന്നിട്ട് സാധിക്കാതെ ആളുകൾ ശമിച്ചുകൊണ്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ നമുക്ക് അറിയാൻ കഴിയുന്നൊരു കാര്യം, ഇവിടെ ഏതാണ്ട് പൊതുമരാമത്ത് നിർമ്മാണ പ്രവർത്തനങ്ങളിൽ ഏതാണ്ട് 2.5 കോടിയുടെ അഴിമതി ഈ ഗ്രാമപഞ്ചായത്തിൽ നടന്നിട്ടുണ്ട് എന്ന് ജനങ്ങളുടെ ഇടയിലേക്ക് അറിയിച്ചത് ഇവിടെ ജോലി ചെയ്തിരുന്ന ഈ പഞ്ചായത്ത് സെക്രട്ടറിയാണ്. അതിൻ്റെ ഒരു വിരോധം കൊണ്ട് ഈ ഗ്രാമപഞ്ചായത്തിലെ നിർമ്മാണ പ്രവർത്തനങ്ങളിൽ കഴിഞ്ഞ 5 വർഷമായിട്ട് നടന്നിരിക്കുന്ന ഈ അഴിമതികൾ സെക്രട്ടറി വെളിയിലേക്ക് വിട്ടു. അത് BJPയുടെ കൈവശമെത്തി. അതുകൊണ്ട് ജനങ്ങളെ അറിയിച്ചു എന്ന വൈരാഗ്യം കൊണ്ടാണ് ഇവിടെ സെക്രട്ടറി ഈ ഓഫീസിനകത്ത് കയറി ഈ ഡോക്യുമെന്റുകൾ, അഴിമതിയുടെ ഡോക്യുമെന്റുകൾ BJPക്ക് കൈമാറും എന്നറിഞ്ഞുകൊണ്ടാണ് ഈ ഓഫീസ് ഇവിടുത്തെ പഞ്ചായത്ത് പ്രസിഡന്റ് അടക്കമുള്ളവരെ പൂട്ടിയിട്ടിരിക്കുന്നത്. ഓഫീസ് മുറി പൂട്ടിയതിനെതിരെ സെക്രട്ടറി രാജ്കുമാർ പത്തനാപുരം സർക്കിൾ ഇൻസ്പെക്ടർക്ക് പരാതി നൽകിയിട്ടുണ്ട്. ലൈവ് വാർത്ത, പത്തനാപുരം. പുനലൂർ നഗരസഭയുടെയും പത്തനാപുരം ബ്ലോക്ക് പഞ്ചായത്തിന്റെയും നേതൃത്വത്തിലുള്ള സംയോജിത നീർത്തട പദ്ധതിയുടെ ജനകീയ കൺവെൻഷൻ പുനലൂരിൽ സംഘടിപ്പിച്ചു. നഗരസഭാ ചെയർപേഴ്സൺ രാധാമണി വിജയാണ് പരിപാടി ഉദ്ഘാടനം ചെയ്തത്. മൺസൂണിനെ വരവേൽക്കാം, മഴവെള്ളം സംഭരിക്കാം, മഴക്കാല പൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്താം, പകർച്ചവ്യാധികളെ പ്രതിരോധിക്കാം, വരണ്ട ദിനങ്ങൾ ആചരിക്കാം, സുരക്ഷിത ആഹാരം കൃഷിയിടത്തിൽ നിന്നും തീന്മേശയിലേക്ക് എന്നീ ആശയങ്ങൾ മുൻനിർത്തിയാണ് പുനലൂർ നഗരസഭയും പത്തനാപുരം ബ്ലോക്ക് പഞ്ചായത്തും ചേർന്ന് സംയോജിത നീർത്തട പദ്ധതി നടപ്പിലാക്കുന്നത്. ശുദ്ധജലക്ഷാമം മൂലം ഏറ്റവും പ്രയാസം അനുഭവിക്കുന്ന പ്രദേശമാണ് പുനലൂർ. 1 സെന്റ് സ്ഥലത്ത് 1.5 ലിറ്റർ വെള്ളം ഓരോ വർഷവും മഴയായി പെയ്തുറങ്ങുന്നുണ്ട്. എന്നാൽ ഇവ പാഴാകാതെ സംരക്ഷിക്കുന്നതിന് നാം ശ്രമിക്കുന്നില്ല. ഇവ സംരക്ഷിക്കുവാൻ കൂട്ടായി ശ്രമിച്ചാൽ ജലക്ഷാമത്തിന് ഒരു പരിധിവരെ പരിഹാരം ഉണ്ടാക്കാൻ കഴിയും എന്നാണ് പ്രധാനമായും ചർച്ച ചെയ്യുന്നത്. കേരളത്തിൽ ആദ്യമായി ഒരു നഗരസഭയ്ക്ക് സംയോജിത നീർത്തട പദ്ധതി പ്രകാരം പണം ലഭ്യമാകുന്നത് പുനലൂരിലാണ്. 9 കോടി രൂപയാണ് ഇതിനായി അനുവദിച്ചിരിക്കുന്നത്. ഇവ വിവിധ രീതിയിൽ പ്രയോജനപ്പെടുത്തുന്നതിനുള്ള പദ്ധതികൾ ജനകീയ കൺവെൻഷനിൽ ചർച്ചാ വിഷയമായി. കൺവെൻഷന് നഗരസഭാ വൈസ് ചെയർമാൻ അഡ്വക്കേറ്റ് PA അനസ് അധ്യക്ഷത വഹിച്ചു. വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ D ദിനേശൻ സ്വാഗതം പറഞ്ഞു. നഗരസഭാ ചെയർപേഴ്സൺ രാധാമണി വിജയൻ ഉദ്ഘാടനം നിർവഹിച്ചു. പ്രകൃതി വിഭവ സംരക്ഷണം, ജനങ്ങൾ പ്രകൃതിയെ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. രണ്ടാമത് കുടിവെള്ളക്ഷാമം, ഈ പ്രകൃതിയെ നശിപ്പിക്കുന്നത് കൊണ്ട് നമുക്ക് കുടിവെള്ളക്ഷാമം അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ കാർഷിക മേഖലാ വികസനം, ഭക്ഷ്യമേഖലാ വികസനം, ക്ഷീരവികസനം, മഴക്കുഴി നിർമ്മാണം, മഴവെള്ള സംഭരണി നിർമ്മിക്കൽ, ഭൂഗർഭ ജല സംരക്ഷണം തുടങ്ങിയവയൊക്കെ ഇതിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങളാണ്. ഇവയെല്ലാം കൂടെ കോർത്തിണക്കിക്കൊണ്ടാണ് സംയോജിത നീർത്തട പരിപാലന പദ്ധതി നടപ്പിലാക്കിയിരിക്കുന്നത്. തോടുകൾ വൃത്തിയാക്കൽ, ബണ്ടുകൾ, അണക്കെട്ടുകൾ നിർമ്മിക്കൽ, അതുപോലെ തന്നെ വൃക്ഷത്തൈ നട്ടുവളർത്തുക, കയ്യാല കെട്ടുക, മഴക്കുഴി നിർമ്മിക്കുക തുടങ്ങിയ വിവിധ പദ്ധതികൾ ഇതിലുണ്ട്. പദ്ധതി വിശദീകരണം മുൻ വൈസ് ചെയർമാൻ S ബിജു നിർവഹിച്ചു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗങ്ങളായ വസന്ത രഞ്ജൻ, മിനി മധുകുമാർ, സുശീല രാമചന്ദ്രൻ, കൌൺസിലർമാരായ N സുന്ദരേശൻ, പൊടിയൻ പിള്ള, മുൻ നഗരസഭാ ചെയർമാൻ MA രാജഗോപാൽ, താലൂക്ക് ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ ഷാഹിർ ഷാ, ASI ജോർജ് കുട്ടി തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പുനലൂർ. നെടുവണ്ണൂർ കടവ് മുത്തശ്ശിപ്പാലത്തിന്റെ ശതാബ്ദി ആഘോഷങ്ങൾക്ക് തുടക്കമായി. അഡ്വക്കേറ്റ് K രാജു MLA ആഘോഷ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു. മരാമത്ത് വകുപ്പിൽ നിന്നും 3.5 ലക്ഷം രൂപ വിനിയോഗിച്ച് നവീകരണ പ്രവർത്തനങ്ങൾ നടത്തിയ നെടുവണ്ണൂർ കടവ് മുത്തശ്ശിപ്പാലത്തിന്റെ ശതാബ്ദി ആഘോഷങ്ങൾക്ക് തുടക്കമായി. അഞ്ചൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KN വാസവന്റെ അധ്യക്ഷതയിൽ പുനലൂർ MLA അഡ്വക്കേറ്റ് K രാജു ശതാബ്ദി ആഘോഷം ഉദ്ഘാടനം ചെയ്തു. പാലം ഗതാഗതത്തിനു വേണ്ടി മാത്രമല്ലാതെ പൈതൃക സ്വത്തായി സംരക്ഷിക്കപ്പെടണമെന്നും MLA പറഞ്ഞു. 100 വർഷം അതിലേറെ പ്രായമുള്ള ഈ മുത്തശ്ശി പാലം, നെടുവണ്ണൂർ കടവ് പാലം സംരക്ഷിച്ചു നിർത്തേണ്ടത് ഗതാഗതത്തിന്റെ മാത്രം ആവശ്യമല്ല. കടലപ്പാറയ്ക്ക് പോകുന്ന അതിന് വേണ്ടിയിട്ടുള്ള റോഡിലെ ഗതാഗത ആവശ്യം മാത്രമല്ല, മറിച്ച്
ഇത് ബ്രിട്ടീഷുകാരുടെ കാലത്തെ അന്നത്തെ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് നിർമ്മിച്ച ഒരു ചെറിയ പാലം. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം A.T. ഫിലിപ്പ് സ്വാഗതം പറയുന്ന ചടങ്ങിൽ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് P. ലൈല ബിവി, UDF മണ്ഡലം ചെയർമാൻ റോയ് ഉമ്മൻ, കേരള കോൺഗ്രസ് M ജില്ലാ സെക്രട്ടറി K. ജോണി, ആഘോഷ കമ്മിറ്റി കൺവീനർ സന്തോഷ് G. നായർ, മാത്യു ജോൺ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കൊളുത്തൂപ്പുഴ. ഉറുകുന്ന സെന്റ് ജോർജ് ഓർത്തഡോക്സ് സിറിയൻ ചർച്ച് വിശുദ്ധ ഗീവർഗീസ് സഹദായുടെ ഓർമ്മ പെരുന്നാൾ സമാപിച്ചു. പൊതുസമ്മേളനം ബസേലിയസ് മാർത്തോമ പൗലോസ് ദ്വിതീയൻ കാത്തോലിക്ക ബാവ ഉദ്ഘാടനം ചെയ്തു. വിശുദ്ധ മൂന്നിന്മേൽ കുർബാന, ധ്യാനയോഗം, മധ്യസ്ഥ പ്രാർത്ഥന, മുൻ വികാരിമാരെ ആദരിക്കൽ, ഗാന ശുശ്രൂഷ, തിരുവചന സന്ദേശം, ഭക്തിനിർഭരമായ റാസ, ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ എന്നിവയോടെ വിശുദ്ധ ഗീവർഗീസ് സഹദായുടെ ഓർമ്മ പെരുന്നാൾ സമാപിച്ചു. 26-ന് വൈകുന്നേരം 6:30 ഭക്തിനിർഭരമായ റാസ സംഘടിപ്പിച്ചു. പള്ളിയിൽ നിന്നാരംഭിച്ച് നേതാജി ഉറുകുന്ന കുരിശടി കോളനി ജംഗ്ഷൻ ഇന്ദിരാനഗർ കുരിശടി വഴി റാസ പള്ളിയിൽ സമാപിച്ചു. തുടർന്ന് ആകാശ വിസ്മയ കാഴ്ചയും നടന്നു. 28-ന് രാവിലെ കാതോലിക്ക ബാവയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ വിശുദ്ധ മൂന്നിന്മേൽ കുർബാനയും പൊതുസമ്മേളനവും നടത്തി. ഡോക്ടർ യൂഹാനോൻ മാർ തേവോദോറോസ് പൊതുസമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചു. ബസേലിയോസ് മാർത്തോമ പൗലോസ് ദ്വിതീയൻ കാതോലിക്ക ബാവ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ഫാദർ ജോൺസൺ ഡാനിയേൽ സ്വാഗതം ആശംസിച്ചു. തെന്മല ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് K. ശശിധരൻ, ഫാദർ ഫിലിപ്പ് മാത്യു, ഫാദർ G. കോശി ഉമ്മൻ, സാബു ഡാനിയേൽ, ഷിബു കൈമണ്ണിൽ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പുനലൂർ. ചാലിയക്കര എസ്റ്റേറ്റ് LP സ്കൂൾ HMന് യാത്രായയപ്പ് സമ്മേളനം സംഘടിപ്പിച്ചു. സ്കൂളിൽ 30 വർഷത്തെ സേവനത്തിനൊടുവിലാണ് HM G. അംബിക ടീച്ചർ വിരമിച്ചത്. ഒരേ സ്കൂളിൽ തന്നെ 30 വർഷത്തെ സേവനം പഠിപ്പിച്ച വിദ്യാർത്ഥികളിൽ പലരും സമൂഹത്തിന്റെ ഉന്നതിയിൽ അധ്യാപന ജീവിതത്തെ അതുല്യമാക്കുന്ന നിമിഷങ്ങളായിരുന്നു അംബിക ടീച്ചറുടെ യാത്രയയപ്പ് സമ്മേളനം. സമ്മേളനത്തിന് ചാലിയക്കര വാർഡ് മെമ്പർ K. സുരേന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. PTA പ്രസിഡന്റ് J. ജാസ്മിൻ സ്വാഗതം പറഞ്ഞു. തെന്മല ഗ്രാമപഞ്ചായത്ത് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ VM സലീം ഉദ്ഘാടനം നിർവഹിച്ചു. നമ്മളെ കൊണ്ട് എന്തെങ്കിലുമൊക്കെ സമൂഹത്തിൽ ചെയ്യാൻ കഴിയണം. അത് ചെറുതായാലും വലുതായാലും പൊതുസമൂഹത്തിന് ഗുണകരമായ കാര്യങ്ങൾ ചെയ്യണം എന്നാണ് നമ്മൾ ചിന്തിക്കാറുള്ളത്. നമ്മുടെ മുമ്പിൽ ഒരു സർക്കാർ ജീവനക്കാരുടെ മുമ്പിൽ ഒരു പൊതുസമൂഹം എന്ന് പറഞ്ഞാൽ അത് ഏറ്റവും കൂടുതൽ പട്ടിണി പാവങ്ങൾ ഉൾപ്പെടുന്ന ഒരു സമൂഹമാണ് കൂടുതൽ ആനുകൂല്യത്തിന് വേണ്ടി നമ്മുടെ അടുത്ത് വരാറുള്ളത്. അത് ഈ പറയുന്ന അൺഎയ്ഡഡ് മേഖലയിലെ വിദ്യാഭ്യാസ എയ്ഡഡ് മേഖലയിലായാലും ഏത് തരത്തിലായാലും എപ്പോഴും നമ്മൾ ഒരു ശരാശരി താഴ്ന്നവരുടെ പ്രതികരിക്കുന്ന ഒരു വിഭാഗമായിട്ടാണ് സർക്കാർ ജീവനക്കാർ കടന്നു വരാറുള്ളത്, പ്രവർത്തിക്കാറുള്ളത്. ചാലിക്കര എസ്റ്റേറ്റ് ഗ്രൂപ്പ് മാനേജർ പ്രതാപ് ചന്ദ്രൻ, 1ാം വാർഡ് മെമ്പർ ചെല്ലപ്പൻ, ചാലിക്കര എസ്റ്റേറ്റ് മാനേജർ ശ്യാംകൃഷ്ണൻ, തൊളിക്കോട് ഗവൺമെന്റ് LPS HM KG എബ്രഹാം, അംബിക ടീച്ചറുടെ വിദ്യാർത്ഥിയും പുനലൂർ SN കോളേജ് പ്രൊഫസറുമായ T. ഷിജു, M. അജീഷ് തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പുനലൂർ. ഇനി ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ. ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പവിത്രം ജുവല്ലേഴ്സ്, പുനലൂർ. പ്യുവർ 916 ഹോൾമാർക്ക് ഗോൾഡ്. ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് പവിത്രം ജുവല്ലേഴ്സ്, പുനലൂർ. പ്യുവർ 916 ഹോൾമാർക്ക് ഗോൾഡ്. പ്രധാന വാർത്തകൾ വീണ്ടും. കാട്ടാനയുടെ ആക്രമണത്തിൽ മധ്യവയസ്കൻ കൊല്ലപ്പെട്ട സംഭവത്തിൽ പ്രതിഷേധം വനപാലകർക്ക് നേരെ. തിരുവനന്തപുരം ചെങ്കോട്ട അന്തർ സംസ്ഥാന പാത 4 മണിക്കൂറോളം ഉപരോധിച്ച് നാട്ടുകാർ. കരവാളൂർ വട്ടമണ്ണിൽ ഭാര്യയെ കുത്തിക്കൊലപ്പെടുത്തിയ കേസിലെ പ്രതി തമിഴ്നാട്ടിൽ അറസ്റ്റിലായത് രാമനാഥപുരം സ്വദേശി പളനിയാണ്ടി. RPL റഫറണ്ടത്തിൽ ഇത്തവണ മേൽക്കൈ AITUCക്ക്. തൊഴിൽ മന്ത്രിയുടെ യൂണിയന് അംഗീകാരമില്ല. CITUവിന് ദയനീയ പരാജയം. പട്ടാഴി പഞ്ചായത്തിൽ ജനപ്രതിനിധികളും സെക്രട്ടറിയും ശീതസമരത്തിൽ. സെക്രട്ടറിയുടെ മുറിപൂട്ടി താക്കോലുമായി പ്രസിഡന്റ് യാത്ര പോയി. ഇതോടെ വാർത്തകൾ സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും ദൃശ്യങ്ങൾക്കുമായി ഞങ്ങളുടെ വെബ്സൈറ്റ് www.livevarta.com സന്ദർശിക്കുക. നമസ്കാരം.
ലൈവ് വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ദേവാ സ്റ്റാർ ഹോംസ് പുനലൂർ, വിജയകൃഷ്ണ ജുവലേഴ്സ് പുനലൂർ, പത്തനാപുരം, കൊട്ടാരക്കര, ചടയമംഗലം, ശ്രീ വിനായക ഫിസിയോതെറാപ്പി സെന്റർ അഞ്ചൽ, പുനലൂർ ഇലക്ട്രിക്കൽസ്, വെറൈറ്റി ലേഡീസ് കളക്ഷൻസ് പുനലൂർ, പവിത്രം ജുവലേഴ്സ് പുനലൂർ, ഭാരത ഹോസ്പിറ്റൽ പുനലൂർ, തോട്ടുകടവിൽ ട്രേഡേഴ്സ് പുനലൂർ, എലഗന്റ് ഇവന്റ്സ് ആൻഡ് കാറ്റേഴ്സ് പത്തനാപുരം, ജോസ് ടെക്സ്റ്റൈൽസ് പുനലൂർ പരുത്തിപ്പാറ, TVTM ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ പുനലൂർ, പാലത്ര ഫാഷൻ ജുവലേഴ്സ് പുനലൂർ, ശങ്കേഴ്സ് ഐ ഹോസ്പിറ്റൽ പുനലൂർ, കുരുമ്പേരിൽ ഇലക്ട്രോണിക്സ് പുനലൂർ, മാർത്താണ്ഡം കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി, NBPM ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ ചെമ്മന്തൂർ പുനലൂർ, കടവിൽ ബാബു ആൻഡ് കമ്പനി തൊഴിൽക്കോട് പുനലൂർ.